السلام عليكم. بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه الفائزين برضوان الله. أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. لكل وجهة هو موليها. അവിടെ എല്ലാം നികുതി പിരിക്കാനും സക്കാത്ത് പിരിക്കാനും ഹറാജ് പിരിക്കാനും അവകാശമുള്ള ഒരു ഭരണകർത്താവ്. പോരാത്തതിന് ഇസ്ലാമിൻ്റെ ഒരു വ്യവസ്ഥ എന്ന രൂപത്തിൽ അഴുതാഇൻ്റെ ശല്യം മുറുകുന്ന അവസരത്തിൽ ഉണ്ടാകുന്ന ജിഹാദികളുടെ പേരിൽ ഇടയ്ക്കിടെ ഗനീമത്തും ഫൈഉം കയ്യിൽ വന്നുകൊണ്ടിരിക്കുന്ന ഒരു ഭരണാധികാരി. അങ്ങനെയുള്ള തങ്ങൾ വഫാത്താകുന്ന അവസരത്തിൽ ഒരുപാട് ബാങ്കുകൾ സ്ഥാപിച്ച് ട്രഷറികൾ സ്ഥാപിച്ച് ഖിസാന ഉറപ്പുവരുത്തിയിട്ടല്ല തങ്ങൾ വഫാത്തായിട്ട്. ഏറെക്കുറെ ഒഴിഞ്ഞ ഒരു ഇക്കോണമി തലമാണ് അന്നുണ്ടായിരുന്നത്. പക്ഷേ ഒരു കാര്യത്തിൽ മഹാനായ തങ്ങൾ വളരെയധികം ഇഹ്തിമാം ഇമ്പോർട്ടൻസ് കൊടുത്തു. അതെന്താണ്? അത് ഇസ്ലാമിന് അനിവാര്യമായിട്ടുള്ള 1,00,000 ദാഴികളെ സ്വഹാബത്ത്, ഓരോ സ്വഹാബിയും ഖിയാമത്ത് നാൾ വരെയുള്ള മനുഷ്യന്മാർക്ക് മരണപ്പെട്ടാലും അവരുടെ ജീവിതങ്ങൾ പ്രസംഗിച്ചുകൊണ്ടേയിരിക്കുന്ന, പ്രകാശിച്ചുകൊണ്ടേയിരിക്കുന്ന പൗരന്മാരാക്കി അവരെ വാർത്തെടുക്കാൻ അതായിരുന്നു നബിതങ്ങൾ പ്രാധാന്യത്തോടെ ശ്രദ്ധിച്ചിരുന്ന ഒരു കാര്യം. തങ്ങളുടെ ഈ ഒരു വീക്ഷണം അത് കുറിക്ക് കൊണ്ടോ? ബാങ്കല്ല വലുത്, പണമല്ല വലുത്, സാമ്പത്തിക അടിത്തറ അതൊന്നുമല്ല മെയിൻ. ഇസ്ലാം ദീനിൻ്റെ നിലനിൽപ്പിന് ആവശ്യമായിട്ടുള്ളത് സംസാരിക്കാതെ സംസാരിക്കുന്ന, മരിച്ചാലും മരിക്കാത്ത ഏതാനും പ്രകാശഗോപുരങ്ങൾ, അവരാണ് മതത്തിൻ്റെ അടിത്തൂൺ, മതത്തിൻ്റെ പില്ലറ്. അതാണ് എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ കാണിച്ചു തരികയാണ്. തങ്ങളുടെ ഈ കാഴ്ചപ്പാട് വിജയിച്ചോ എന്ന് ചോദിച്ചാൽ അതിൻ്റെ മറുപടി എന്താണ്? നിശ്ചയം വിജയിച്ചു. തങ്ങൾ വഫാത്താകുന്ന അവസരത്തിൽ തങ്ങളുടെ കൈമുമ്പിലുണ്ടായിരുന്ന ഈ ഓരോ മനുഷ്യനും, ഓരോ സ്വഹാബിയും, അവർ തങ്ങളുടെ സ്വപ്നം 100 വർഷം കൊണ്ട് സാക്ഷാത്കരിച്ചു. തങ്ങൾ വഫാത്തായി 100 കൊല്ലം പൂർത്തിയാകേണ്ടി വന്നില്ല, ഒരു 90 കൊല്ലമേ വേണ്ടി വന്നുള്ളൂ. അപ്പോഴേക്ക് അങ്ങകലെ ജിബ്രാൾട്ടർ കടലിടുക്ക് മുതൽ ഇങ്ങ് ഖൈബർ ചുരം വരെയുള്ള യൂറോപ്പിൻ്റെയും ഏഷ്യയുടെയും മണ്ഡലങ്ങൾ ഇസ്ലാമിൻ്റെ കൊടി പാറുന്ന പരുവത്തിലായി മാറുകയുണ്ട്. 100 കൊല്ലം കഴിഞ്ഞതിന് ശേഷം അവരുടെ പിന്മുറക്കാരായ താബിഴുകളാൽ കാഫുമലയാവട്ടെ, കേരളമാവട്ടെ, മോസ്കോ ആവട്ടെ, ഖുറാസാൻ,
ഇവിടങ്ങളിലെല്ലാം ഇസ്ലാം എത്തിച്ചേരുകയുണ്ടായി. അപ്പോൾ അല്ലാഹുവിൻ്റെ റസൂല് സ്വപ്നം കണ്ടത് അല്ലെങ്കിൽ നുബുവത്ത് കൊണ്ട് ദീർഘദർശനം ചെയ്തത് അത് ഫലവത്തായി തീർന്നു. നാം എല്ലാവരും കിതാബോദാൻ ഇറങ്ങി തിരിച്ചാടുക. ലികുല്ലിൻ വിജ്ഹ വ മുവല്ലിഹ. ഓരോരുത്തർക്കും ഓരോ വിജ്ഹത്തുണ്ട്. അവർ ആ വിജ്ഹത്തിന്റെ നേരെ തിരിയണം. അത് നിസ്കാരത്തിൻ്റെ കാര്യത്തിൽ ശരിയാണ്. ബൈത്തുൽ മുഖദ്ദസിലേക്ക് തിരിഞ്ഞ് പ്രയർ ചൊല്ലാൻ ബനൂ ഇസ്രായേലിൻ്റെ കാലത്ത് പഠിപ്പിച്ചുവെങ്കിൽ ആ ശരീരത്തിന് എത്ര കാലം വരെയാണോ ആയുസ്, ആ കാലം തീരുന്നത് വരെ അവർ അങ്ങോട്ട് തിരിയട്ടെ. വമാ അർസൽനാക ഇല്ലാ കാഫത്തൽ ലിന്നാസി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കമ്മ്യൂണിറ്റി എന്ന് ഒതുങ്ങാതെ സർവ കമ്മ്യൂണിറ്റിക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ദൂതനായി അയച്ചാൽ ബനൂ ഇസ്രായേൽ അടക്കമുള്ള ലോകത്തെ മുഴുവൻ കാഫത്തുന്നാസ് അവരെല്ലാം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഐനമാ കുന്തും വഹൈസുമാ കുന്തും ഫവല്ലു വുജൂഹക്കും ശത്റുൽ മസ്ജിദിൽ ഹറാം എന്ന് പറയുമ്പോൾ മുഴുവൻ ആളുകളും ആ ദിശയിലേക്ക് തിരിയണം. ഇതാണ് ഈ ആയത്തിൻ്റെ ലഹർ. ഇതാണ് ഈ ആയത്തിൻ്റെ സബബുൻ നുസൂൽ അർത്ഥം. എന്നാൽ ഖുർആനിന് ലഹറുമുണ്ട്, ബത്തുനുമുണ്ട്. അതിന് ബാഹ്യാർത്ഥവുമുണ്ട്, ആന്തരാർത്ഥങ്ങളുമുണ്ട്. ഞാൻ നിങ്ങളെ ആന്തരാർത്ഥത്തിലേക്ക് കൊണ്ടുപോകും. ലികുല്ലിൻ വിജ്ഹ വ മുവല്ലിഹ. നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങളെ ഒരു ലൈനിലേക്ക് തിരിച്ചു വിട്ടിരിക്കും. നിങ്ങൾ അത് ഏറ്റെടുക്കുകയും ചെയ്തിരിക്കും. നിങ്ങൾക്ക് ഒരു ദിശയുണ്ട്. ഹുവ മുവല്ലിഹ. ആ ദിശയിലേക്ക് നിർബന്ധമായും തിരിഞ്ഞിരിക്കുക തന്നെ വേണം. 5 വഖത്ത് നിസ്കരിക്കുന്നവൻ അവൻ്റെ ഹാർട്ട് എങ്ങനെയാണോ മസ്ജിദുൽ ഹറാം കഅബയുടെ നേരെ അയാൾ തിരിച്ചു പിടിക്കുന്നത്, അതേപോലെ നിങ്ങളും നിങ്ങളുടെ മാതാപിതാക്കളും നിങ്ങളുടെ വരാൻ പോകുന്ന ആയുസ്സുകളെ ഒരു ദിശയിലേക്ക് തിരിച്ചു പിടിച്ചിട്ടുണ്ട് എങ്കിൽ, അതിന് ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോന്നിട്ടുണ്ടെങ്കിൽ, അതിന് തയ്യാറാണെന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിം സമൂഹം നൽകുന്ന സംഭാവനയുടെ ഊണ് ഞാനും നിങ്ങളും ഉണ്ണുന്നുണ്ടെങ്കിൽ, അതിന് തയ്യാറാണെന്ന് സമ്മതിച്ചു കൊടുത്തുകൊണ്ട് ഈ സ്ഥാപനത്തിൻ്റെയും അതുപോലുള്ള സ്ഥാപനത്തിൻ്റെയും കരണ്ടും വെള്ളവും ഞാനും നിങ്ങളും ഉപയോഗിക്കുന്നുണ്ട് എങ്കിൽ, ഹുവ മുവല്ലിഹ. ആ കുല്ലും ഈ ഒരു ദിശയിലേക്ക് തിരിഞ്ഞേ പറ്റുകയുള്ളൂ. ഏതാണ് ആ ദിശ? നേരത്തെ പറഞ്ഞ ആ 1,00,000 ആൾക്കാരുടെ ദിശയാണ്. ആ 1,00,000 ആളുകൾ എന്ത് ചെയ്തു? അവർ ഫൽയുബല്ലിഗി ഷാഹിദുൽ ഗായിബ എന്ന അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ മരണത്തെ മുന്നിൽ കണ്ടുകൊണ്ടേയിരിക്കുന്ന അവസരത്തിൽ ഇറക്കിയ ആ ഒരു ഉത്തരവ് അവരവരുടെ നെഞ്ചിലേക്ക് തറച്ചു കയറി. അതിൻ്റെ കാരണത്താൽ അവർ പ്രവാസം തിരഞ്ഞെടുത്തു, അവർ വിന്യാസം തിരഞ്ഞെടുത്തു, അവർ ദേശാടനം തിരഞ്ഞെടുത്തു. അങ്ങനെയാണ് മഹാന്മാരായ സ്വഹാബി
ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും എത്തിച്ചേർന്നതും അവിടങ്ങളിൽ കുടികെട്ടി താമസിച്ച് മുസ്തൗത്തിനായി പെണ്ണുകെട്ടി മക്കളായി ആ ഭാഷ പഠിച്ചു അവിടെ മരണപ്പെടുക എന്നതുമുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 53-ാമത്തെ വയസ്സിൽ ഹിജറയായി മദീനത്ത് വന്നപ്പോൾ ആദ്യ അയ്യാമുകളിൽ അള്ളാഹുവിൻ്റെ റസൂല് കഴിച്ചു കൂട്ടിയിരുന്ന വീട് അബൂ അയ്യൂബുൽ അൻസ്വാരി എന്ന പേരിലെ ഒരു വ്യക്തിത്വത്തിൻ്റെ വീട്ടിലായിരുന്നു. 10 വർഷക്കാലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം സുഹബത്ത് സഹവാസത്തോടുകൂടെ കഴിഞ്ഞുകൂടിയ ആ വ്യക്തിത്വം എവിടെയാണ് ഇന്ന് അദ്ദേഹത്തിൻ്റെ ഖബർ സിയാറത്ത് ചെയ്യണമെന്ന് വിചാരിച്ച് നമ്മൾ ഇറങ്ങിത്തിരിച്ചാൽ കണ്ടുകിട്ടുക? അല്ലാഹുവിൻ്റെ റസൂല് വന്നപ്പോൾ തൻ്റെ വീടിൻ്റെ ഒരു ഭാഗം ദിവസങ്ങളോളം ഒഴിഞ്ഞുകൊടുത്ത് സ്വീകരിച്ച ആ വ്യക്തിത്വം നിങ്ങൾക്ക് തോന്നുന്നുണ്ടാകും 10 കൊല്ലക്കാലത്തെ സഹവാസത്തിൻ്റെ കാഠിന്യത്തിൻ്റെ പേരിൽ മഹാനവറുകൾ മരിച്ചു കിടക്കുന്നത് അള്ളാഹുവിൻ്റെ റസൂല് വഫാത്തായി കിടക്കുന്ന ആ റൗളയുടെ അരികത്ത് തന്നെയുള്ള ജന്നത്തുൽ ബഖീഴിലായിരിക്കും. ഇല്ല, അബൂ അയ്യൂബുൽ അൻസ്വാരി എന്നവർ അവിടെയല്ല കിടക്കുന്നത്. മഹാനവറുകളെ കാണണമെങ്കിൽ സൗദി അറേബ്യയിലുള്ള പൗരന്മാർക്ക് പോലും പാസ്പോർട്ട് വേണം. നമുക്ക് പാസ്പോർട്ട് വേണം. എവിടെയാ? തുർക്കിയിലാണ്, കോൺസ്റ്റന്റിനോപ്പിളിലാണ്, ഇസ്തംബൂളിലാണ്. എങ്ങനെ തങ്ങളുടെ ചാരത്ത് തന്നെ ഖബർ വരേണ്ട ഈ വ്യക്തിത്വം കോൺസ്റ്റന്റിനോപ്പിളിലെത്തി? അതൊരു കൗതുകമല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം ചാരത്ത് തന്നെ അന്ത്യവിശ്രമം കൊള്ളാൻ അവസരം കിട്ടുക അത് വലിയ ഒരു ഭാഗ്യം തന്നെയാണ്. പക്ഷേ ഇവരുടെ ജസദ് തുർക്കിയിലാണ്. നമ്മുടെ കേരളക്കരയിൽ കൊല്ലം കൊയിലാണ്ടി എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മൾ സിയാറത്തിന് ചെല്ലുമ്പോൾ പറയപ്പെടുന്നു സഹാബത്തിൻ്റെ ഖബർ അവിടെ ഉണ്ട്. ധാരാളം സ്ഥലത്ത് ഉണ്ട് എന്ന് പറയപ്പെടുന്നു. തമിഴ്നാട്ടിലെത്തുമ്പോൾ അവിടെയുണ്ട് എന്ന് പറയപ്പെടുന്നു. ഷാമിൽ ചെന്നാൽ ഖബറോട് ഖബറാണ് സ്വഹാബത്തിന്. ഇതാണ് കാരണം. ഫൽയുബല്ലിഗി ഷാഹിദുൽ ഗായിബ എന്ന് പറയുന്ന ആ ഒരു ഉത്തരവ് അവരിങ്ങ് ഏറ്റെടുത്തു. തൽസമയം അവർക്ക് ഏത് പ്രശ്നമായില്ല. ജന്മസ്ഥലത്തിനോടുള്ള മനുഷ്യൻ്റെ ആകർഷണം പ്രശ്നമായില്ല. എല്ലാവർക്കുമുള്ളൊരു ആഗ്രഹമാണല്ലോ ജനിച്ച സ്ഥലത്ത് തന്നെ, നമ്മുടെ മഹല്ലിൽ തന്നെ ജീവിക്കുക, മഹല്ലിൽ തന്നെ വീടുണ്ടാക്കുക, മഹല്ലിൽ തന്നെ മരിച്ചാൽ മറമാടപ്പെടുക പൂർവികരുടെ ഖബർസ്ഥാനിയിൽ. ഇതൊരു വലിയലാണ്, ഇതൊരു ആകർഷണമാണ്. കൂവത്ത് ജാതിബ, ഭൂഗുരുത്വാകർഷണം എന്നൊക്കെ പറയുന്നത് പോലെ ഒരു ആകർഷണമാണ് വത്തന് 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 എന്ന് പറയുന്ന ആ ഒരു വികാരം. ഇതിനെ അങ്ങോട്ട് ഭത്സിച്ച് വലിച്ചെറിഞ്ഞിട്ട് അവരെന്തു ചെയ്തു? അവർ ഗരീബായി മാറി. അന്യ നാടുകളിൽ അവർ ചെല്ലുന്നു. അവിടെ ഒരു അന്യ നാട്ടുകാരനായും കൊണ്ട് തന്നെ ജീവിക്കാൻ തയ്യാറാവും. മഹാനായ മുആവിയ റളിയല്ലാഹു അൻഹു ഭരിച്ചു കഴിഞ്ഞതിന് ശേഷം
മഹാനവറുകൾ വഫാത്തായതിനു ശേഷം അദ്ദേഹത്തിൻ്റെ മകൻ യസീദ് എന്ന് പറയുന്ന വ്യക്തിത്വം അയാൾ ഭരിക്കുന്ന കാലഘട്ടത്തിൽ യസീദിൻ്റെ തുർക്കി ഭാഗത്തേക്കുള്ള ജയ്ഷിൻ്റെ കൂട്ടത്തിൽ കിഴവനായ അബൂ അയ്യൂബുൽ അൻസ്വാരി പട്ടാളക്കാരനായി വലിഞ്ഞു കയറി എന്ന് പറയുന്നതാകും ശരി. റസൂലുള്ളാഹി തങ്ങളുടെ വരവിൻ്റെ സന്ദർഭത്തിൽ യുവാവായിട്ടുള്ള അബൂ അയ്യൂബുൽ അൻസ്വാരി 30 കൊല്ലക്കാലം ഖുലഫാഇന്റെ ഭരണവും കഴിഞ്ഞ് അതിന് ശേഷമുള്ള മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണവും കഴിയുമ്പോൾ ഈ യുവാവിന് എത്രമാത്രം വയസ്സ് കൂടിയിട്ടുണ്ടാകും? ആ വയസ്സനായിട്ടുള്ള അബൂ അയ്യൂബുൽ അൻസ്വാരി പറയുകയാണ്, എന്ത് തുർക്കിയുടെ ഭാഗത്തേക്കുള്ള പട്ടാളക്കാരുടെ കൂട്ടത്തിൽ ഒരാളായി എന്നെ എടുക്കണം. അബൂ അയ്യൂബുൽ അൻസ്വാരി വൽയുബല്ലിഗി ഷാഹിദുൽ ഗായിബ എന്ന ഹദീസിന് വഴങ്ങിക്കൊടുക്കുന്നതിൻ്റെ രൂപമാണ്. ഇസ്ലാമിൻ്റെ ഫത്ഹിന് അൽ ഫുതുഹാത്തുൽ ഇസ്ലാമിയ ആ മേഖലയിൽ ഈ കിഴവനായ എനിക്ക് സാന്നിധ്യം ഉറപ്പിക്കാൻ എന്നെയും കൊണ്ടുപോകണം. സാധാരണഗതിയിൽ യങ് മാൻ അവരല്ലയോ ആർമിയിൽ ഉണ്ടാവുക. ഈ ശൈഖൂഖത്ത് ബാധിച്ച വ്യക്തിത്വത്തെ ഒരുപക്ഷെ ക്യാപ്റ്റൻ തള്ളിയേക്കാം, പക്ഷേ സ്വഹാബിയായ ആ വ്യക്തിത്വത്തെ പട്ടാളത്തിൽ നിന്ന് മാറ്റി നിർത്താൻ ക്യാപ്റ്റന് കഴിയുന്നില്ല. അങ്ങനെ ഫുതുഹാത്തിൻ്റെ ആ ഒരു സഫർ മുന്നോട്ട് 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 പൊയ്ക്കൊണ്ടിരിക്കുന്ന അവസരത്തിൽ അദ്ദേഹം ഈ സൈനിക മാർച്ചിൽ വഫാത്താവുകയാണെന്ന് കാണുമ്പോൾ അദ്ദേഹത്തിൻ്റെ വസിയത്തായിരുന്നു, അഥവാ മരിച്ചാലും നിങ്ങൾ എന്നെ കുസ്തുൻതീനിയ വരെ കൊണ്ടുപോകണം. മാർച്ച് ചെയ്ത് നിങ്ങൾ മുന്നോട്ട് ഗമിക്കുമ്പോൾ ഈ ജനാസ നിങ്ങളുടെ കൂടെ കൊണ്ടുപോകണം. ഇവിടെ നിങ്ങൾ എന്നെ മറമാടരുത്. കാരണം അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഒരു ബിശാറത്തുണ്ടായിരുന്നു, ലതഫ്തഹുന്നൽ ഖുസ്തുൻതിയ്യത, കോൺസ്റ്റന്റിനോപ്പിൾ നിങ്ങൾ ഫത്ഹാക്കുക തന്നെ ചെയ്യും. ഇസ്തംബൂൾ എപ്പോഴാണ് അത് ഉണ്ടാവുക? അതിൻ്റെ ഡേറ്റ് ഒന്നും തങ്ങൾ പറഞ്ഞിട്ടില്ല, ഹദീസിലുള്ളതാണ്. കോൺസ്റ്റന്റിനോപ്പിൾ നിങ്ങൾ ഫത്ഹാക്കുക. അങ്ങനെ ഒരു വർത്തമാനം തങ്ങൾ പറഞ്ഞതുകൊണ്ട് ജീവനോടെ അവിടെ എത്തണം. അത് നടന്നിട്ടില്ലെങ്കിൽ പട്ടാളക്കാരായ നിങ്ങൾ മുന്നോട്ടുള്ള മാർച്ചിൽ അവിടെ എത്തുന്നത് വരെ നിങ്ങൾ എന്നെ കൊണ്ടുപോകണം. എന്നിട്ട് അവിടെയായിരിക്കണം എന്നെ മറവ് ചെയ്യേണ്ടത്. യസീദ് എന്ന ഭരണാധിപൻ തൻ്റെ സേനാനായകന്മാരോട് ആ വസിയത്ത് അതുപോലെ നടപ്പാക്കാൻ പറഞ്ഞു. അതിൻ്റെ പേരിലാണ് അന്ന് കോൺസ്റ്റന്റിനോപ്പിൾ കീഴടങ്ങിയിട്ടൊന്നുമില്ല, യസീദിന് പൂർണ്ണമായി ഭരിക്കാനായിട്ടൊന്നുമില്ല. എന്നാലും മഹാനവറുകൾ അവിടെ മറമാടപ്പെട്ടു. ഈ യസീദിൻ്റെ കാലവും കഴിഞ്ഞ് പിന്നെയും ഏകദേശം 1000-നടുത്ത് വർഷം പിന്നിട്ടപ്പോഴാണ് മുഹമ്മദുൽ ഫാത്തിഹ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഒട്ടോമൻ തുർക്കികളുടെ ഭരണത്തിൻ്റെ മുഅസ്സിസ് എന്ന് വിളിക്കപ്പെടുന്നയാളുടെ അണ്ടറിൽ കോൺസ്റ്റന്റിനോപ്പിൾ പൂർണ്ണമായി ഫതഹാകുന്നു. അതിനുശേഷം അവരാണ് ഈ അബൂ അയ്യൂബുൽ അൻസ്വാരി എന്നവരുടെ ഖബറിനെ നല്ല രൂപത്തിൽ ഒരു മക്കാമായിട്ടും മസാറായിട്ടുമൊക്കെ
വികസിപ്പിച്ചെടുത്ത് ഇന്ന് നമുക്കൊരു പക്ഷേ തുർക്കിയിൽ ഒരു പക്ഷേ അല്ല ചെല്ലുന്നവർക്കൊക്കെയും അവിടുത്തെ ഏറ്റവും സുപ്രധാനമായ സന്ദർശിക്കപ്പെടുന്ന സ്ഥലം അത് അബൂ അയ്യൂബിൽ അൻസ്വാരി മസ്ജിദ്, ആ പേരിൽ അറിയപ്പെടുന്ന മോസ്കും മഹാനവറുകളുടെ ഖബറും തന്നെയാണ്. ഏകദേശം 99% മുസ്ലിങ്ങൾ നിവസിക്കുന്ന തുർക്കി, അവിടുത്തെ ആളുകൾ വേഷഭൂഷാദികളിൽ യൂറോപ്യൻ ഡ്രസ്സ് ധരിക്കുമെങ്കിലും അവരെല്ലാം മാനസികമായി അവർ ഇസ്ലാമീയത്തുള്ള ആൾക്കാരാണ്. ഫിഖ്ഹ് പരമായിട്ട് അവരിൽ ഭൂരിഭാഗവും ഹനഫികളാണ്. അതുപോലെ ത്വരീഖത്ത് പരമായി അവരിൽ അധിക പേരും ഒന്നുകിൽ ഖാദിരിയ അല്ലെങ്കിൽ നഖ്ശബന്ദിയ ആൾക്കാരാണ്. ഹജ്ജിന് പോകുന്ന സന്ദർഭത്തിൽ തുർക്കികളുടെ വേഷം യൂറോപ്യൻ വേഷം, പക്ഷെ അവരുടെ ഈമാനികാവേശം കണ്ടാൽ അതിനൊപ്പമെത്താൻ നമ്മുടെ ആരുടെയും ആവേശം മതിയാവില്ല എന്ന് നമുക്ക് ബോധ്യപ്പെടുന്നു. അങ്ങനെയുള്ള ആ തുർക്കികൾ അവരുടെ രാജ്യത്തിൽ നിന്ന് പുറത്തു പോവുകയാണെങ്കിൽ പ്രധാനപ്പെട്ട എന്തെങ്കിലും ഒരു കാര്യത്തിലേക്ക് അവർ ഇറങ്ങിത്തിരിക്കുകയാണെങ്കിൽ ഇപ്പോഴും ഉള്ള അവസ്ഥ, അവർ അബൂ അയ്യൂബുൽ അൻസ്വാരി എന്നവരുടെ മഖാമിൽ ചെന്ന് സിയാറത്ത് നടത്തിയിട്ടാണ് വേറെ വഴിക്ക് നീങ്ങാറുള്ളത്. എന്ന് വെച്ചാൽ അവരുടെ ചാലകശക്തി മരിച്ചു കിടക്കുന്ന അബൂ അയ്യൂബുൽ അൻസ്വാരി എന്നവരാണ്. അബൂ അയ്യൂബുൽ അൻസ്വാരി എന്നവർ 1300 വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചോ എന്ന് ചോദിച്ചാൽ മരിച്ചു, മരിച്ചില്ല. മരിച്ചു, അത് ശരിയാണ്, പക്ഷേ മരിച്ചില്ല. കാരണം തുർക്കിയിലെ ഓരോ പൗരന്റെയും ചാലകശക്തി അബൂ അയ്യൂബുൽ അൻസ്വാരിയാണ്. ഇതാണ് നാം തുടക്കത്തിൽ പറഞ്ഞു വെക്കുന്നത്. എന്ത്? ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇസ്ലാമിൻ്റെ പ്രചരണത്തിന് വേണ്ടി റെഡിയാക്കി നിർത്തിയിരുന്നത് ബാങ്കല്ല, പണച്ചാക്കുകളായിരുന്നില്ല, വഖഫ് ഭൂമിക്കെട്ട് കൂട്ടങ്ങളായിരുന്നില്ല. നബിതങ്ങൾ ശരിക്കും റെഡിയാക്കി നിർത്തിയത് ആളുകളെയാണ്, യോഗ്യരായ ആളുകളെയാണ്. ഈ അബൂ അയ്യൂബുൽ അൻസ്വാരി എന്നവർ വഫാത്തായിട്ട് ഇന്നും ഇസ്ലാമിൻ്റെ ഒരു ദാഴിയായിട്ട് തുർക്കികളെ സംബന്ധിച്ചിടത്തോളം അല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം പ്രകാശ ഗോപുരമായി നിൽക്കുന്നതെന്ന് നമ്മൾ കാണുന്ന അവസരത്തിൽ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കാഴ്ചപ്പാട് വിജയിച്ചു എന്നല്ലേ അതിൻ്റെ അർത്ഥം? ഇന്ത്യയിൽ നിന്ന് മറ്റുള്ള രാജ്യങ്ങളിൽ നിന്ന് എത്രയാണ് വ്യാപാരത്തിൻ്റെ പുതിയ മേച്ചിൽപ്പുറങ്ങൾ തേടി ആളുകൾ ചൈനയിൽ പോകുന്നത്. മുസ്ലിങ്ങളായ ആളുകൾ വ്യാപാരം പഠിക്കാനും വ്യാപാരം അയത്ന ലളിതമാക്കാനും പുതിയ പുതിയ മേച്ചിൽപ്പുറങ്ങൾ വ്യാപാര രംഗത്ത് സൃഷ്ടിക്കാനും വേണ്ടി ഇന്ന് ദുബായിൽ നിന്ന് പറക്കുകയാണ് ചൈനയിലേക്ക്. പക്ഷേ ചൈനയിൽ അവർ ചെല്ലുമ്പോൾ ബിസിനസ് ലോകം പഠിപ്പിക്കാൻ ഇന്നത്തെ ചൈനീസ് അവിടെ റെഡിയായി നിൽക്കുന്ന അവസരത്തിൽ ആ ചൈനക്കാരുടെയും ഈ പോകുന്നവരുടെയും മുമ്പിൽ അവിടെ തല ഉയർത്തി നിൽക്കുന്നത് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മറ്റൊരു സ്വഹാബിയാണ്. സഅദ് എന്ന പേരിൽ അറിയപ്പെടുന്ന ആ സ്വഹാബിയുടെ സാന്നിധ്യമാണ് ചൈനീസ് മുസ്ലിങ്ങൾ. അവർ കോടിക്കണക്കിലുണ്ട്, അവരെ നിയന്ത്രിക്കുന്ന ചാലകശക്തിയായി നിൽക്കുന്നു. എവിടെ മരിക്കേണ്ടയാളാണ് സഅദ് എന്നവർ? നേരത്തെ പറഞ്ഞതുപോലെ മദീനയിൽ വഫാത്താവേണ്ടിയിരുന്ന ആളല്ലയോ സഅദ്? അതുമല്ലെങ്കിൽ സഅദ് എന്നവർ വഫാത്താവേണ്ടിയിരുന്നത് ഷാമിലായിരുന്നില്ലേ, മിസ്റിലായിരുന്നില്ലേ? എങ്ങനെ മഹാനവറുകൾ ചൈനയിലെത്തി? മറുപടി ഒന്നേ ഉള്ളൂ,
വൽയുബല്ലിഗി ഷാഹിദുൽ ഗായിബ എന്ന് പറയുന്ന ആ ഉത്തരവിനെ സാക്ഷാത്കരിക്കപ്പെടുന്നതിന് വേണ്ടി സ്വന്തം ശരീരത്തെ ഹോമിച്ചു, സ്വന്തം ശരീരത്തെ അവഗണിച്ചു. ഭാര്യനെയും കുട്ടികളെയും കൂട്ടിയിട്ടെങ്കിൽ അങ്ങനെ, കൂട്ടാതെയാണെങ്കിൽ അവിടെ ചെന്ന് കല്യാണം കഴിച്ച് അങ്ങനെ ആ നാട്ടുകാരെ അള്ളാഹുവിൻ്റെ ദീന് അറിയിച്ചു കൊടുക്കൽ എനിക്കെന്തെല്ലാം നഷ്ടപ്പെട്ടാലും അനിവാര്യമാണ് എന്ന തോന്നലാണ്, വിചാരമാണ് അതിന് കാരണമായിട്ട്. ഈ പറയുന്ന സ്വഹാബത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള നാട് വിടലും അവരുടെ ശരീരത്തെയും ഹവയെയും ഹോമിക്കലും മുന്നിൽ കണ്ടുകൊണ്ട് വേണം, അല്ലയോ എൻ്റെ സഹോദരങ്ങളെ, ഞാൻ ഓതിയ ആയത്ത് ലികുല്ലിം വിജ്ഹ ഹുവ മുവല്ലിഹ എന്ന ആയത്തിൻ്റെ ബത്ന് അർത്ഥപ്രകാരം നിങ്ങളും ഞാനും ഒരുങ്ങി തയ്യാറാവേണ്ട ആ മാതൃകയിൽ നിന്ന് പ്രകാശം പകർത്തിയെടുത്തു നമുക്കും അനിവാര്യമാണ്, നമുക്കും അനിവാര്യമാണ്. നമ്മുടെ വിജയത്തിലേക്ക് നാം തിരിഞ്ഞു എന്ന് വരണമെന്നുണ്ടെങ്കിൽ നിർബന്ധമായും പ്രവാസത്തെ, ഇസ്തീത്വാന് എന്ന് പറയുന്നതിനെ വലിച്ചെറിയുക നിർബന്ധമാണ്. ഒരിടത്ത് തപസ്സിരുന്നുകൊണ്ട് അവിടെ തന്നെ കഴിഞ്ഞുകൂടി അവിടെയുള്ളവരുമായി മാത്രം ജീവിച്ച് അങ്ങനെ പോവാൻ ഇഷ്ടപ്പെടരുത്. അതിന് പോവാൻ പറ്റുന്ന ആളുകൾ ആ പോക്ക് തയ്യാറാവുക തന്നെ വേണം. നാം പോയി എന്നതുകൊണ്ട് നമ്മുടെ നാടിന് ഒരു കുറവും സംഭവിക്കുകയില്ല. കാരണം നമ്മെപ്പോലെ പോവാൻ കഴിയാത്തവരായ നിരവധി ആളുകൾ നാടിൻ്റെ ആവശ്യം തീർത്തു കൊടുക്കാൻ ബാക്കി ഉണ്ടാവുക തന്നെ ചെയ്യും. ഞാനൊരുത്തൻ നാട് വിട്ടു പോയാൽ എൻ്റെ നാട് ഉണങ്ങുമെന്നുള്ള ധാരണ തെറ്റാണ്. തീരെ പോവാൻ പറ്റാത്ത ഒരുപാട് ആളുകൾ എങ്ങനെയായാലും ബാക്കിയുണ്ടാവും. എന്നിട്ടാണല്ലോ ജന്നത്തുൽ ബഖീലും മരിക്കാൻ ആളുണ്ടായത്. സ്വഹാബികൾ എല്ലാവരും തന്നെ, മുഴുവൻ ആളുകളും തന്നെ പോവാൻ പറ്റിയവരായില്ല. അംഗവൈകല്യമുള്ളവരുണ്ടാകും, മാതാപിതാക്കളെ അവസാന നിമിഷം വരെ ശുശ്രൂഷിക്കേണ്ടവരുണ്ടാവും. ഇങ്ങനെ നാട്ടിൻ്റെ ആവശ്യം തീർക്കാൻ നാട്ടിൽ ഒരു പറ്റം ആളുകൾ ഉണ്ടാവുക തന്നെ ചെയ്യും. അതേ സന്ദർഭത്തിൽ അബൂ അയ്യൂബ് അൽ അൻസാരി എന്നവരെ പോലെ, സയ്യിദ് എന്നവരെ പോലെ പ്രവാസത്തിന്, നാടുവിടലിന്, അന്യരാജ്യത്തേക്ക് കുടിയേറലിന് ഇംകാനിയത്ത്, സാഹചര്യമുള്ള ആളുകൾ ഈ പ്രവാസ ജീവിതം തിരഞ്ഞെടുത്തേ പറ്റൂ. ഇസ്തീത്വാനി എന്ന മോഹം വലിച്ചെറിഞ്ഞുകൊണ്ട് പോവാൻ നിങ്ങൾ റെഡിയാവുന്നില്ലെങ്കിൽ നിങ്ങളുടെ ഈ ഒരു മുണ്ടുമാറ്റൽ, ഒരു ദഅവത്ത് കോളേജിൽ വന്ന് ചേരുക, ഒരു ദാഴിയാവുക എന്ന് പറയുന്ന ഈ മുണ്ടുമാറ്റലുണ്ടല്ലോ, ആ മുണ്ടുമാറ്റൽ അത് ഒരു ദിവാസ്വപ്നം മാത്രമായിരിക്കും. ഇസ്തിത്വാനിൻ്റെ മാനസികാവസ്ഥ ഇല്ലെങ്കിൽ ഈ കളി കേവലം ഒരു ഹോബി മാത്രമാണ്, അത് ഒരിടത്തും എത്തിച്ചേരുന്നതല്ല. നാം നിൽക്കുന്നിടത്ത് തന്നെ നാം നിന്നാൽ അവിടെ സംഭവിക്കുക ലൗകാന ഫീഹിമാ ആലിഹത്തുൻ ഇല്ലല്ലാഹു ലഫസദതാ എന്ന് പറഞ്ഞതുപോലെയുള്ള ഗ്രൂപ്പിസത്തിൻ്റെ തല്ലും പിടിയാണ് ഉണ്ടാവുക. ഒരു സെറ്റ് നാട്ടിൽ നിന്ന് അങ്ങ് ഒഴിഞ്ഞു കിട്ടിയാലേ നാട്ടിൽ കച്ചറക്ക് കുറവുണ്ടാവുകയുള്ളൂ. ഇത് രണ്ട് ഇലാഹ് കൂടിയിട്ട് അപ്പുറവും ഇപ്പുറവും നിൽക്കുമ്പോഴാണ് ഞാനടോ നീയടോ ഞാനടോ നീയടോ എന്ന നിലക്ക് എന്തെങ്കിലും ഒരു ഖിലാഫ് വരും. അത് പിന്നെ ഗ്രൂപ്പ് കച്ചറയായി വാനോളം വലുതാകും. പിന്നെ മദ്രസ പൂട്ടൽ, പള്ളി പൂട്ടൽ, അതൊക്കെയായി കലാശിക്കുന്നത് ഈ ഇസ്തീത്വാൻ ഭ്രമം എന്ന് പറയുന്ന സൂക്കേടുണ്ടാകുന്ന സന്ദർഭത്തിലാണ്. രണ്ടും രണ്ട് വഴിക്ക് അങ്ങ് പോയി കഴിഞ്ഞാൽ ഇവിടുത്തെ ആവശ്യം കഴിഞ്ഞു, അവിടുത്തെ ആവശ്യം കഴിഞ്ഞു. അബൂ അയ്യൂബ് അൽ അൻസാരി എന്നവർ വഫാത്തായിട്ട്
ഇത്രയും കൊല്ലമായിട്ടും മഹാനവറുകളെ സിയാറത്ത് ചെയ്യപ്പെടുന്നത് എന്തുകൊണ്ടാണ്? സഅദ് റളിയല്ലാഹു അൻഹുവിനെ സിയാറത്ത് ചെയ്യപ്പെടുന്നത് എന്തുകൊണ്ടാണ്? മുഗീറത്ത് ബിൻ ശുഅബ റളിയല്ലാഹു അൻഹുവിനെ ഇറാഖിൽ സിയാറത്ത് ചെയ്യപ്പെടുന്നത് എന്തുകൊണ്ടാണ്? അവിടെയാണ് നമ്മുടെ അടുത്ത സംസാര വിഷയം വരുന്നത്. ദാഴിയായി പോവുക, ദാഴിയായി പോവുക, ദാഴിയായി പോവുക എന്ന് പറയുമ്പോൾ ആ വ്യക്തിത്വത്തിന് കുറേ അഹ്ലിയത്ത്, ക്വാളിഫിക്കേഷൻ ആ ആളിലുണ്ടായിരിക്കണം. ക്വാളിഫിക്കേഷൻ ആർജിക്കാതെ ഈ ദഅ്വ ഫീൽഡിലേക്ക് ഇറങ്ങിത്തിരിച്ചാൽ നമ്മെ സിയാറത്ത് ഹയാത്ത് കാലത്തും സിയാറത്ത് ചെയ്യപ്പെടൂല, മരിച്ചതിന് ശേഷവും സിയാറത്ത് ചെയ്യും. അപ്പൊ അഹ്ലിയത്ത് അത് ഉണ്ടാക്കിയെടുക്കണം. യോഗ്യത എന്താണ് അഹ്ലിയത്ത് എന്ന് പറയുന്നത്? ദാഴിയുടെ അഹ്ലിയത്ത് ഇദാ റുഇയ ദുകിറല്ലാഹ്, ആ പരുവത്തിലേക്ക് എത്തിച്ചേരുക എന്നുള്ളത്. ഒറ്റവാക്കിൽ ഉത്തരം പറയുക എന്ന് ആവശ്യപ്പെട്ടാൽ ഇങ്ങനെയാണ് ഉത്തരം പറയുക. എവിടെയാണ്, എങ്ങനെയാണ്? കൈഫ അൽ അഹ്ലിയ, യോഗ്യത എങ്ങനെയാണ്, എവിടെയാണ്? ഒറ്റവാക്കിൽ ഉത്തരം ഇദാ റുഇയ ദുകിറല്ലാഹ്. ആ ആളെ മറ്റുള്ളവർ കാണാൻ ഇടയായാൽ, അദ്ദേഹത്തെ നോക്കപ്പെട്ടാൽ, അദ്ദേഹത്തെ കാണപ്പെട്ടാൽ, ദുകിറല്ലാഹ്, ആ നോക്കുന്നയാളിൽ അപ്പോഴേക്ക് അള്ളാഹുവിനെ ഓർമ്മ വരൽ സംഭവിക്കണം. ആരും ആരോടും മിണ്ടുന്നില്ല. ഈ അഹ്ലിയത്തുണ്ട് എന്ന് പറയുന്ന മനുഷ്യൻ മിണ്ടുന്നില്ല, അദ്ദേഹത്തെ നോക്കുന്ന വ്യക്തിയും മിണ്ടുന്നില്ല, രണ്ടാളും മിണ്ടുന്നില്ല. ഈ നോക്കപ്പെടുന്ന മർഇയുണ്ടല്ലോ, അയാൾ അറിയുന്ന പോലുമില്ല എന്ത് അയാളെ വേറൊരാൾ റായിയായിട്ട് നിരീക്ഷിക്കുന്നുണ്ട് എന്ന് അയാൾ അറിയുന്നുമില്ല. മർഇന്റെ പാട്ടിന്. പക്ഷെ ആ ഒരു അന്യം നിന്നുകൊണ്ടുള്ള നിരീക്ഷണം ഒരാൾ നടത്തുമ്പോഴേക്ക് അയാൾക്ക് അള്ളാഹുവിനെ ഓർമ്മിക്കപ്പെടുന്ന അവസ്ഥ ദുഃഖിറല്ല. ഈ ഒരു പരുവത്തിലേക്ക് ഈ ദാഴി എത്തിക്കഴിഞ്ഞാൽ അപ്പോൾ ഉറപ്പിക്കാം ലഹു അഹ്ലിയ, മൂപ്പർക്ക് യോഗ്യത വന്നു, യോഗ്യത വന്നു. ആ യോഗ്യത വന്നയാളെ സിയാറത്ത് ചെയ്യാൻ ഹയാത്ത് കാലത്തും ആളുണ്ടാകും, അദ്ദേഹം മരിച്ചതിന് ശേഷവും അദ്ദേഹത്തിൻ്റെ ഡാറ്റ, ജീവിത രീതി, ബയോഡാറ്റ, ആ ബയോഡാറ്റ തപ്പിപ്പിടിച്ചുകൊണ്ട് അതുപോലെ എനിക്കാകാൻ പറ്റുമോ, റോൾ മോഡൽ, റോൾ മോഡൽ, റോൾ മോഡൽ എന്ന നിലക്ക് മരിച്ചതിൻ്റെ ശേഷവും പിന്തുടരാൻ ആളുണ്ടായിത്തീരുന്നു. ഇങ്ങനെ ഒറ്റവാക്കിൽ ഉത്തരം പറയുമ്പോൾ പിന്നെ അടുത്ത ചോദ്യം വരും, അതെങ്ങനെയാണ് കൈവരിക്കുക? ഏത്? ഈ ഒരു പൊസിഷൻ, ഇദാ റുഇയ ദുകിറല്ലാഹ് എന്ന് പറയുന്ന അവസ്ഥ, അവിടേക്ക് ഒരു വ്യക്തി എത്തിച്ചേരാൻ അത് എങ്ങനെ പടവുകൾ താണ്ടാം എന്നായിരിക്കും അടുത്ത ചോദ്യമുണ്ടാവും. അപ്പോൾ അതിന് മറുപടി പറയാനുള്ളത്, ഒരു ദാഴിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ആവശ്യമായിട്ടുള്ള ഒന്നാണ് എന്ത്? കിതാബിയായ തൻ്റെ ഇടം. തൻ്റെ ഇടം, ത്രാണിത്തം. ആൾ കയ്യിസായിരിക്കണം. അൽ കിയാസത്തുൽ കിതാബിയ, നാം പള്ളി ദർസുകളിൽ ഓതിപ്പടിക്കുന്ന കിതാബുകളിൽ അയാൾ കയ്യിസായിരിക്കണം. ആര്? നല്ല തൻ്റെ ഇടമുള്ള ത്രാണിയുള്ള വ്യക്തിയായിരിക്കണം. ഏതൊക്കെയാ പള്ളി ദർസിൽ ഓതുന്ന കിതാബുകൾ? നഹ്വ്, സർഫ്,
ഫിഖ്ഹ്, അഖീദ, മന്തിഖ്, ബയാന്, ഇതെല്ലാം പള്ളി ദർസുകളിൽ ഓതപ്പെടുന്നതാണ്. ഫിഖ്ഹും തഫ്സീറും ഹദീസും അതിൻ്റെ ആലാത്തുകളും, ഇവയുടെ കാര്യത്തിൽ ആള് സ്മാർട്ടായിരിക്കണം, കയ്യിസായിരിക്കണം. അല്ലാത്ത ഒരാൾക്ക് ദാഴിയാവാൻ കഴിയില്ല. മോഹിച്ചിട്ട് കാര്യമില്ല. നാം ഇറങ്ങി തിരിച്ചല്ലോ വെള്ള ഷർട്ടും കുപ്പായവും തുണിയൊക്കെ ആയിട്ട് ഈ ഫീൽഡിലേക്ക്. ഇനി നമുക്ക് ഈ ഒരു വിജയത്തിലേക്ക് തിരിയലല്ലാതെ വേറെ രക്ഷയില്ല. ജയിക്കണമെങ്കിൽ എന്ത് വേണം? അൽ ഖിയാസത്തുൽ കിതാബിയ, ആ ഒരു തൻ്റെ ഇടം, കിതാബിയായ ഒരു തൻ്റെ ഇടം ഉണ്ടാവും. കിതാബിയായ തൻ്റെ ഇടം ഉണ്ടാവൽ എങ്ങനെയാണ്? അൽ ഇൽമു ബിത്തഅല്ലുമി. അപൂർവം ചില ആളുകൾക്ക് മാത്രമേ അല്ലാഹു സുബ്ഹാനഹു വ തആല വെറും മൗഹിബത്ത് എന്ന നിലക്ക് എഴുത്വാവ് ചെയ്യും. ഇന്നമാ അനൽ ഖാസിം വല്ലാഹു യുഅ്തി. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആദത്ത് അൽ ഇൽമു ബിത്തഅല്ലുമി എന്നതാണ്. മൗഹിബത്ത് എന്ന് പറയുന്നതോ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നാദിറായി നടത്തുന്ന ഒരു കാര്യമാണ്. വഅല്ലമ ആദമൽ അസ്മാ കുല്ലഹ, അവിടെ തഅല്ലുമു തഅലീം ഇല്ല, മൗഹിബത്താണ്, ഓശാരമായി നൽകലാണ്. വഔഹൈന ഇലാ അബ്ദിഹി മാ ഔഹ, അത് ഓശാരമാണ്. വകദാലിക നുരീ ഇബ്രാഹീമ മലകൂതസ് സമാവാതി വൽ അർദ്. നാസ അതിൽ കയറിയ ഉദ്യോഗസ്ഥൻ 25-ാമത്തെ വയസ്സ് മുതൽക്ക് റിട്ടയർഡ് ആകുന്ന 55-ഓ 60-ഓ വരെ ഗവേഷണം നടത്തിയാൽ കിട്ടുന്നത്, ഒരായുസ് മുഴുക്കെ ഗവേഷണം നടത്തിയാൽ കിട്ടുന്നത് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന് ഇരുന്നേ ഇരുപ്പിന്മേൽ കാണിച്ചു കൊടുത്തോവർ. വകദാലിക നുരീ ഇബ്രാഹീമ മലകൂതസ് സമാവാതി വൽ അർദ്. പക്ഷേ അത് എനിക്കും നിങ്ങൾക്കും അത് അള്ളാഹു തന്നെങ്കിൽ, പക്ഷേ നമ്മുടെ ഇടയിലേക്ക് അത്തരം നുദൂറുകൾ അള്ളാഹു തരുന്നില്ലല്ലോ. തരാത്തത് കൊണ്ട് നമ്മൾ അതും കാത്തിരിക്കാതെ നമുക്ക് അത്തഅല്ലും, കഠിനാധ്വാനം തന്നെ. ഞാൻ എന്നാണ് ഇബ്രാഹിം നബി ആവുക? ഞാൻ എന്നാണ് ആദം നബി ആവുക? ഞാൻ എന്നാണ് മുഹമ്മദ് മുസ്തഫ തങ്ങളാവുക? അതാവുമ്പോൾ ആവട്ടെ, അതാവുമ്പോൾ ആവട്ടെ. അത് ആദത്തല്ല, അള്ളാഹുവിൻ്റെ ആദത്തല്ല. അള്ളാഹുവിൻ്റെ ആദത്ത് അൽ ഇൽമു ബിത്തഅല്ലുമി, കഠിനാധ്വാനം ചെയ്യും. വല്ലദീന ജാഹദൂ ഫീനാ ലനഹ്ദിയന്നഹും സുബുലനാ. നമ്മെ പോലുള്ള ആളുകൾക്ക് ഈ ആയത്താണ് കൂടുതൽ ഫിറ്റാവുക. വല്ലദീന ജാഹദൂ, മാക്സിമം അധ്വാനിക്കുന്ന ആളുകൾ, ഫീന നമ്മളിലേക്ക്, അള്ളാഹുവിലേക്ക്, അള്ളാഹു തആല വെച്ചിട്ടുള്ള ഈ ഇൽമു പഠനത്തിൻ്റെ വിഷയത്തിലേക്കും ഇബാദത്തിൻ്റെ വിഷയത്തിലേക്കും ആരാണോ കഠിനാധ്വാനം, ഹാർഡ് വർക്ക് നടത്തുന്നത്, ജാഹദൂ ലനഹ്ദിയന്നഹും സുബുലനാ, ആ അധ്വാനത്തെ ഞാൻ കണ്ടില്ലെന്ന് വെക്കില്ല. മറിച്ച് ആ ആളെ, അദ്ദേഹത്തിൻ്റെ അധ്വാനത്തിൻ്റെ വില ഞാൻ നൽകുക തന്നെ ചെയ്യും. തഅ്കീദ് ചെയ്തിട്ടാ പറഞ്ഞില്ല, ലനഹ്ദിയന്നഹും, അത്തരക്കാരായ ആളുകളെ ഞാൻ റൂട്ട് കാണിച്ചു കൊടുക്കും. സുബുലനാ, എൻ്റെ ധാരാളം റോഡുകളിലേക്ക്. പ്ലൂരൽ നമ്പറാണ് സുബുലന. ഒരുപക്ഷേ വലിയ ഒരു കിതാബ് തിരിയുന്നവനൊന്നും ആയി തീർന്ന് അത്രയും ടോപ്പിലേക്കൊന്നും എത്തിയില്ല ബുദ്ധിയുടെ കമ്മി കൊണ്ട്. എന്നാലും അവൻ നടത്തിയ ആ അധ്വാനത്തെ ഞാൻ
ഏതെങ്കിലും ഒരു വഴി, എനിക്ക് ഒരു വഴി മാത്രമൊന്നല്ല ഉള്ളത്, ഒരുപാട് സബീലുണ്ട്. ആ സബീലുകളിൽപ്പെട്ട ഏതെങ്കിലും ഒരു സബീലിലൂടെ ഞാൻ അവനെ റൂട്ട് തെളിയിച്ച് കൊടുക്കുക തന്നെ ചെയ്യും. ഒരു മുഫ്തിയായാലേ, ഒരു ഖാളിയായാലേ, അല്ലെങ്കിൽ ഒരു വലിയ മുദരിസായാലേ അദ്ദേഹത്തിൻ്റെ അധ്വാനം വിജയിച്ചു എന്ന് വിചാരിക്കാൻ പാടില്ല. അള്ളാഹുവിന് ഒരുപാട് സബീലുണ്ട് എന്നല്ലേ പറയുന്നത്, സുബുലന. അപ്പോൾ നിങ്ങൾ 8-10 കൊല്ലക്കാലം ഹാർഡ് വർക്ക് നടത്തുക. ഏത് വിചാരം വെച്ചിട്ട്? എനിക്ക് അബൂ അയ്യൂബുൽ അൻസാരിയുടെ ആ കാൽപാദത്തിൻ്റെ ചുവട്ടിലെങ്കിലും എത്തുന്ന ഒരു ദാഴിയാകണം. അതിനുള്ള അഹ്ലിയത്ത് ആദ്യമായി വേണ്ടത് ഇദാ റുഇയ ദുക്കിറല്ലാ എന്നിടത്തേക്ക് ഞാൻ ആയിത്തീരലാണ്. അവിടേക്ക് എത്തിച്ചേരണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എനിക്ക് കിതാബിയായ കിയാസത്താണല്ലോ. അതുകൊണ്ട് ഞാൻ കിതാബുമലൊന്ന് മല്ലിട്ട് കൂടട്ടെ എന്ന് വിചാരിച്ച് മല്ലിട്ടിട്ടും ഒരു പക്ഷേ കഴിഞ്ഞില്ല എന്ന് വെക്കുക. എന്തിന്? ഒരു ഉയർന്ന മുദരിസാവാൻ കഴിഞ്ഞില്ല, ഒരു ഖാളിയാവാൻ കഴിഞ്ഞില്ല എന്ന് വന്നാൽ പോലും ആ 5 കൊല്ലമോ 10 കൊല്ലക്കാലമോ കിതാബിന്മേൽ മല്ലിട്ട് കൂടിയതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല തദ്രീസ് എന്ന് പറയുന്ന സബീലല്ലാതെ, ഖലാ എന്ന് പറയുന്ന സബീൽ അല്ലാതെ, കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ എന്ന സബീലല്ലാതെ, വാഴില് എന്ന സബീലല്ലാതെ, അല്ലാഹുവിൻ്റെ സബീല് മനുഷ്യരെ നന്നാക്കാൻ പറ്റുന്ന മറ്റൊരു സബീൽ അല്ലാഹുവിനുണ്ട്. അതിലേക്ക് നിങ്ങളെ പടച്ച റബ്ബ് കുല്ലും മുയസ്സറുൽ ലിമാ ഖുലിഖ ലഹ് എളുപ്പമാക്കി തരുന്നതാണ്. അജ്മീർ തങ്ങളെക്കുറിച്ച് ചിന്തിക്കുക. അജ്മീർ തങ്ങൾ ഒരു ദിവസത്തിൽ എത്ര സ്റ്റേജിൽ പ്രസംഗിക്കാൻ പോവാറുണ്ടായിരുന്നു? മൂപ്പര കൂടെ എത്ര മൈക്കും സംഘാടകരും ഉണ്ടായിരുന്നു? മഹാനവറുകളുടെ കൂടെ അങ്ങനെ ഒരു പ്രസംഗത്തിൻ്റെ സ്റ്റേജോ മണ്ഡപമോ നാം കാണുന്നില്ല. പക്ഷേ ഇറാനിൻ്റെ മണ്ണിൽ നിന്ന് ആർജിക്കേണ്ട മുജാഹദകളൊക്കെ ആർജിച്ചപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിൻ്റെ ഒരു സബീല്, തദ്രീസിൻ്റെ സബീലല്ല, വാഇദിൻ്റെ സബീലല്ല, മുഫ്തിയുടെ സബീലല്ല, ഖലായിൻ്റെ സബീലല്ല, മഹാനവറുകളെ വേറെ ഒരു സബീലിലേക്ക് അല്ലാഹു ഹിദായത്താക്കി. എന്താണ് ആ സബീൽ എന്ന് പറയുന്നത്? അദ്ദേഹം ഇറാനിൽ നിന്ന് വരുന്ന അവസരത്തിൽ അഹ്ലിയത്ത് നേടി, യോഗ്യത നേടി, അദ്ദേഹം ആ അപരിചിതമായ സ്ഥലത്ത് വന്നിരിക്കേണ്ടതേ വന്നുള്ളൂ. മഹാനവറുകൾ അവിടെ ഇരിക്കേണ്ടതേ വന്നുള്ളൂ. അവിടെ വന്നിരിക്കുന്ന അവസരത്തിൽ ഇദാ റുഇയ ദുകിറല്ലാഹ്, ആ മഹാനവറുകളുടെ ഇരുത്തം കാണുമ്പോഴേക്ക് തന്നെ രാജസ്ഥാനിലെയും അതുപോലെ തന്നെ മധ്യപ്രദേശിലെയും എന്ന് വേണ്ട വടക്കേ ഇന്ത്യ എന്നിടത്തുനിന്ന് വിട്ടിട്ട് ഇന്ന് പാകിസ്ഥാനായിട്ടും ബംഗ്ലാദേശായും പിരിഞ്ഞു പോയിട്ടുള്ള സ്ഥലങ്ങളിൽ വരെയുള്ള കാഫിറുകളായ ആളുകൾക്ക് ദിക്റുല്ലാഹി ഉടലെടുത്തു. അതെ, ഇദാ റുഇയ ദുകിറല്ലാഹ്. മഹാനവറുകളുടെ അരികത്തൊന്ന് ചെന്നിരുന്ന് ഒരു 2 വർത്തമാനം പറയുമ്പോൾ ആ വർത്തമാനത്തിൽ ഈ ഇരിക്കുന്ന മനുഷ്യന് പടച്ച റബ്ബ് കടന്നു വരികയാണ്. അയാൾ വലിയൊരു രോഗവുമായിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ ശൈഖ് അവറുകൾ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ച് ബാക്കി നീ അങ്ങ് കുടിച്ചോ എന്ന് പറയുമ്പോൾ അയാളുടെ രോഗം ശിഫിയായി. ആ രോഗം ശിഫിയാകുമ്പോൾ അയാൾ ഫാമിലി അടക്കം കലിമ ചൊല്ലുകയാണ്. ഞാനിപ്പോൾ ഇത്രയൊക്കെ വയസ്സായി, എത്ര കൊല്ലമായി ഞാൻ മൈക്കുമായിട്ട് കളിക്കുന്നു, എന്നിട്ട് ഒരാളെ കൊണ്ട് കലിമ ചൊല്ലിക്കാൻ എന്നെ കൊണ്ട് കഴിഞ്ഞോ? തീരെ മൈക്കെടുക്കാത്തതായ മഹാനായ അജ്മീർ തങ്ങൾ അല്ലാഹു തആല മഹാനവറുകൾക്ക് എന്തുണ്ടാക്കി കൊടുത്തു? ലനഹദിയന്നഹും സുബുലന, അല്ലാഹുവിൻ്റെ മറ്റൊരു സബീലാണ്. ആ സബീലിലേക്ക് മഹാനവറുടെ മുജാഹദ കൊണ്ട് പടച്ച റബ്ബ് പ്രതിഫലം നൽകി.
ഇപ്പോൾ അവിഭക്ത ഭാരതത്തെ ഒന്ന് മനസ്സിൽ കാണുക. ഇന്ത്യയും പാകിസ്ഥാനും ബംഗ്ലാദേശും ചേർന്നതിനെയാണ് അവിഭക്ത ഇന്ത്യ എന്ന് പറയുന്നത്. ഇനി അൽ ഖാറത്തുൽ ഹിന്ദിയ എന്നൊരു പ്രയോഗമുണ്ട്. ഇന്ത്യ ഉപഭൂഖണ്ഡം. അത് പറയുമ്പോൾ ശ്രീലങ്ക കൂടി അതിനകത്ത് വരും. ഈ പറയുന്ന സ്ഥലത്തെല്ലാം കൂടി 2024 എന്ന് പറയുന്ന ഈ സമയത്തെ മുസ്ലിം ജനസംഖ്യ ഒന്ന് എണ്ണമെടുത്ത് നോക്കുക. ഇന്ത്യയിൽ ഏകദേശം 20 കോടി എന്ന് വിചാരിക്കും. പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്ത് അവിടെയും ഉണ്ടത്രേ ഏകദേശം 20 കോടി. അപ്പൊ 40 കോടിയായില്ലേ. ബംഗ്ലാദേശിലുമുണ്ട് ഒരു 16-17 കോടി എന്നാ പറയപ്പെടുന്ന മുസ്ലിങ്ങൾ. അങ്ങനെ വരുമ്പോൾ ഏകദേശം 55 കോടി എന്ന് പറയാൻ പറ്റുന്നല്ലോ. ഈ ഇന്ത്യ ഉപഭൂഖണ്ഡത്തിൽ 55 കോടി 60 കോടി മുസ്ലിങ്ങളുണ്ട് എന്ന് കരുതപ്പെടുന്നു. ഇത്രയും വലിയ ജനസംഖ്യ കേവലം ലോകൊട്ടാകല്ല പറയുന്നത്, 3 രാജ്യങ്ങൾ. ഇതിലേക്ക് പോയിട്ടില്ല, ശ്രീലങ്കയിലേക്ക് കൂട്ടുന്നില്ല. കാരണം അവിഭക്ത ഇന്ത്യ എന്നതിൽ അതിനെ ഉപയോഗപ്പെടുത്താറില്ല എന്നതിൻ്റെ. ഒരു 50-60 കോടി മുസ്ലിങ്ങൾ ഈ പറയുന്ന കേരളത്തിൽ ഇന്ത്യയിൽ ഉണ്ടെങ്കിൽ അതിൻ്റെ ക്രെഡിറ്റ് ആർക്കാണ്? ആ അംഗസംഖ്യാ പെരുപ്പത്തിൻ്റെ ക്രെഡിറ്റ് ആർക്കാണ്? അത് ചോദിക്കുമ്പോൾ നാം മറുപടി പറയും, മാലിക്കുൽ ദിനാർ അവറുകൾക്കും അവരുടെ കൂടെ വന്ന ആളുകൾക്കും ഇതിൽ നല്ലൊരു കൈ ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. എന്നാൽ അവർക്കുള്ള ആ കൈ അതിനെ പരിപോഷിപ്പിച്ച് ഇത്രയും വലിയ കോടിയിലേക്ക് എത്തിച്ചത് ഈ ഒരൊറ്റ മനുഷ്യൻ. അതുകൊണ്ടാണ് മഹാനവറുകൾക്ക് സുൽത്താനുൽ ഹിന്ദ് എന്ന് തന്നെ പേര് പറയേണ്ടി വരുന്നതും. അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. മൈക്കില്ലാതെ അഥവാ ഒരു ഗർജനമില്ലാതെ വലിയൊരു പ്രസംഗത്തിനൊന്നും പോവാതെ അജ്മീറിൻ്റെ ഒരു മൂലയിൽ മഹാനവറുകൾ ഇരുന്നു എന്നത് മാത്രമാണ് മഹാനവറുകളുടെ ദഴവ. ആ ഒരൊറ്റ ദഴവയിലൂടെ ഇത്രയും വലിയ ജനസാമാന്യത്തെ മഹാനവറുകൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞുവെങ്കിൽ വല്ലദീന ജാഹദൂ ഫീനാ ലനഹ്ദിയന്നഹും സുബുലന. അപ്പോൾ എൻ്റെ സഹോദരങ്ങളോട് ഞാൻ പറയുകയാണ്, എന്ത് നിങ്ങൾക്ക് 6, 7, 8, 9, 10 കൊല്ലക്കാലത്തെ ദർസിലിരുന്നു കൊണ്ടുള്ള കിതാബുമായുള്ള മല്ലിടലിൽ വലിയ ഒരു തിരുപാടൊന്നും തിരിഞ്ഞിട്ടില്ല എങ്കിലും നിങ്ങളുടെ സഹപാഠികൾക്കൊപ്പം നിങ്ങൾക്ക് ബിരുദത്തിന് പോവാൻ കഴിഞ്ഞിട്ടില്ല എങ്കിലും, അല്ലെങ്കിൽ എല്ലാം കഴിഞ്ഞ് കല്യാണമൊക്കെ കഴിഞ്ഞതിന് ശേഷവും നിങ്ങൾക്ക് ഒരു മുദർരിസിൻ്റെ റോളിലേക്കൊന്നും എത്താൻ കഴിഞ്ഞിട്ടില്ല എങ്കിലും ഒരിക്കലും നിരാശ പാടില്ല. കാരണം അല്ലാഹു തആല പറഞ്ഞത് അല്ലാഹുവിന് ഒരു സബീലേ ഉള്ളൂ എന്നല്ല. വല്ലദീന ജാഹദൂ ഫീനാ ലനഹ്ദിയന്നഹും സുബുലനാ. ഒരുപാട് റോഡുകൾ അല്ലാഹുവിൻ്റേതായിട്ടുണ്ട്. അതിൽപ്പെട്ട ഏതെങ്കിലും ഒരു സബീലിലൂടെ നിശ്ചയം നമ്മുടെ ഈ 6-7-8 കൊല്ലക്കാലത്തെ അധ്വാനത്തിന് പടച്ച റബ്ബ് ദഴവാപരമായ ഫായിദ തന്നെ തരും. ദഴവാപരമായ, അതായത് നമ്മുടെ കയ്യാൽ നാട്ടുകാരും വീട്ടുകാരും ഹിദായത്തിലാവുക, അവർ നല്ല മനുഷ്യന്മാരായി തീരുക, നമ്മുടെ ലൈഫ് കണ്ടു പഠിച്ചിട്ട് അതിനെ അവർ ഫോളോ ചെയ്യുക എന്ന് പറയുന്ന ഒരവസ്ഥയുണ്ടാകും. ഏറ്റവും ചുരുങ്ങിയത് നോക്കുക, ഒരാൾ മുദരിസായില്ല, അയാൾ ഒരു മദ്രസ മുഅല്ലിമേ ആയുള്ളൂ, ഓതാൻ 10 കൊല്ലമൊക്കെ ഓതി, എന്നിട്ടും മുഅല്ലിമായിട്ടേ ഉള്ളൂ. പക്ഷേ ആ മുഅല്ലിമായിരിക്കുന്ന വ്യക്തി അദ്ദേഹത്തിന് 10 സെന്റ് വീടും ഭാര്യയും കുട്ടികളുമായി നിൽക്കുന്നു. ആ 10 സെന്റിൽ അയാൾ നിൽക്കുന്ന നേരത്ത് അദ്ദേഹത്തിൻ്റെ വീട്ടിലോട്ട് കടന്നു വരികയാണ് ആര്? ലൈഫ് ഇൻഷുറൻസ് ഏജൻസി. തൊട്ടൊക്കെ ഒരുപാട് കോളനി വീടുകളുണ്ട്. അവിടങ്ങളിലേക്കും കയറി ചെല്ലും ഇദ്ദേഹം സ്കൂട്ടറിൽ. എന്നിട്ട് എന്താ പറയുക? വീട്ടുകാരനോട് പറയും, ആ നിങ്ങൾക്ക് കുട്ടികളില്ലേ? അതെ.
ഒരു ആക്സിഡൻറ്റിൽ നിങ്ങൾ മരിച്ചാൽ നിങ്ങളുടെ മക്കൾ വഴിയാധാരാവൂലേ, യതീംഖാനയെ ചേർക്കേണ്ടി വരൂലേ? അതുകൊണ്ട് ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷനിൽ നിങ്ങൾ ഭാഗവാക്കാവണം. പ്രീമിയ തുക ചെറുതേ ഉള്ളൂ, മന്ത്ലി ചെറിയൊരു തുക അടിച്ചുകൊണ്ടിരുന്നാൽ മതി. അപ്പം നിങ്ങളുടെ ലൈഫ് നമുക്ക് ഒരു 15 ലക്ഷത്തിൻ്റെ പേരിൽ ഇൻഷൂർ ചെയ്യാം. അഥവാ നിങ്ങൾ ആക്സിഡൻറ്റിൽ മരിച്ചാൽ തന്നെ കുട്ടികൾക്കത് കിട്ടും. കണ്ണ് തള്ളി കേൾക്കുന്ന ആളുകളൊക്കെ കള്ളുന്നത്. ഇങ്ങനെ 10 15 വീടുകളിൽ കയറി ഇനിയും കുറേ വീടുകൾ കയറാനുള്ള സന്ദർഭത്തിലാണ് ഈ 6 7 കൊല്ലക്കാലം കിതാബ് ഓതിയ ഈ മദ്രസ മുഅല്ലിമിൻ്റെ വീട്ടിലോട്ടും ഈ വ്യക്തി കൂളിംഗ് ഗ്ലാസ്സൊക്കെ സുബൈക്ക് തന്നെ വെച്ചിട്ട് കയറി വരുന്നത്. അപ്പോൾ കൂളിംഗ് ഗ്ലാസ്സിന് ആവശ്യമല്ല, എന്നാലും മൂപ്പരെ ടിപ് ടോപ്പിനത് വേണമല്ലോ. അപ്പോൾ ഇദ്ദേഹത്തോട് വിഷയം അവതരിപ്പിക്കുക. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, ഈ മുസ്ലിയാർ പറയുകയാണ്, മുഅല്ലിം പറയുകയാണ്, സഹോദരായിരിക്കും പറയട്ടെ, നിങ്ങളിപ്പോൾ എന്താ ചെയ്യുന്നത്? ഞാൻ ആക്സിഡൻറ്റിൽ മരിച്ചാൽ അല്ലെങ്കിൽ കോവിഡിൽ മരിച്ചാൽ പ്രീമിയ തുക ഏകദേശം ഒരു 3 അടവ്, ഒരു 3000 റുപ്യ അടച്ചിട്ടേ ഉള്ളൂ. ആ സമയത്ത് ഞാനങ്ങ് മരിച്ചു പോയാൽ എൻ്റെ മക്കൾക്ക് ഇൻഷുറൻസിന് ഭാഗത്തുനിന്ന് 15 ലക്ഷം കിട്ടും, മക്കൾ രക്ഷപ്പെടും എന്നല്ലേ പറയുന്നത്? ശരി, അഥവാ ഞാൻ മരിച്ചിട്ടില്ലെങ്കിലോ? 20 കൊല്ലത്തേക്ക് നീണ്ടു നിൽക്കുന്ന അടവാണ് ഏറ്റെടുക്കുന്നത്. അഥവാ മരിച്ചില്ലെങ്കിലോ? അപ്പം അയാൾ പറയും, നിങ്ങളെ പൈസ പോയത്, പൈസ മടക്കി കിട്ടൂല. അപ്പം ഞാൻ മരിച്ചിട്ടില്ലെങ്കിൽ എൻ്റെ അടവ് മുഴുവനും നിങ്ങൾക്ക് കിട്ടി. ഞാൻ അടക്കാതെ മരിച്ചാൽ നിങ്ങളുടെ പൈസ മുഴുവനും എനിക്കും കിട്ടി. ഇതല്ലേ പരിപാടി? അതെ, ഭാഗ്യപരീക്ഷണത്തിൻ്റെ പരിപാടി. അപ്പോൾ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ മക്കൾക്ക് തിന്നാൻ കിട്ടുന്ന ഈ 15 ലക്ഷം ആരുടെ പൈസയാണ്? LIC ജീവനക്കാരന് മറുപടി ഉണ്ടാവില്ല, അത് നിങ്ങളല്ലാത്ത മറ്റുള്ളവരൊക്കെ പൈസയാണ്. അപ്പം മറ്റുള്ള ആളുകൾക്കൊക്കെയും ഉള്ള ക്യാഷ് നിങ്ങളങ്ങനെ മരിച്ചതിൻ്റെ ശേഷം എനിക്ക് തരുന്നതിനേക്കാൾ നല്ലത് ഞാൻ ഇപ്പോൾ തന്നെ പോയിട്ട് ഓരോരുത്തരുടേതും പിടിച്ചെടുക്കല്ലേ. അന്ന് നിങ്ങൾ തരുന്നത് അത്ര വലിയ ഒരു നല്ല പൈസയാണ് എങ്കിൽ ആ പൈസ എനിക്ക് ഇപ്പോൾ തന്നെ പോയി പോക്കറ്റടിക്കുകയോ കളവ് നടത്തുകയോ ചെയ്തു കൊണ്ടുവന്ന് എൻ്റെ മക്കളെ ഭദ്രമാക്കിക്കൂടെ? അത് പറ്റൂല. അപ്പം അന്യൻ്റെ ക്യാഷ് അങ്ങനെ അവൻ്റെ ഭാഗത്ത് നിന്ന് കൈയടക്കുന്നത് ശരിയല്ല അല്ലേ? ഇനി എൻ്റെ പ്രീമിയ തുക ഞാൻ മരിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ തിന്നുന്നത് നിങ്ങൾക്കെങ്ങനെ? എനിക്കിഷ്ടമില്ലാത്ത സ്ഥിതിക്ക് നിങ്ങൾ തിന്നുന്നത് എങ്ങനെ? അതും ഒരാരാൻ്റെ കരള് മാതി തിന്നുന്നതിന് സമമല്ലേ? അപ്പോൾ ചുരുക്കത്തിൽ നിങ്ങൾക്ക് ഈ 2 തീറ്റയും തെറ്റാണെന്ന് ബോധ്യപ്പെട്ട സ്ഥിതിക്ക് മാന്യമായി ഇറങ്ങിപ്പോകണം. ഈ കൂളിംഗ് ഗ്ലാസ് ഒക്കെ എന്ന് പറയുന്നത് വ്യർത്ഥമാണ് എന്നും പറഞ്ഞുകൊണ്ട് ആ മുഅല്ലിം അദ്ദേഹത്തെ ഇറക്കി വിട്ടാൽ ഉടനടി ഫ്ലാഷായി, മഹല്ല ആകെ ഫ്ലാഷായി. നമ്മുടെ അബ്ദുൽ ഖാദർ മുസ്ലിയാർ അല്ലെ നമ്മളെ മൂസ മുസ്ലിയാർ LIC ജീവനക്കാരനെ ന്യായം പറഞ്ഞ് തോൽപ്പിച്ച് പറഞ്ഞു വിട്ടത്രേ. ഇതാരൊക്കെ കേൾക്കുകയാണ്? ഹിന്ദുക്കളായ വീട്ടുകാർ മുഴുവനും കേൾക്കുകയാണ്, ക്രിസ്ത്യാനികളായ ആളുകൾ മുഴുവനും കേൾക്കുകയാണ്. ആ കേൾക്കുന്നവരിൽ നല്ലൊരു വിഭാഗം ആളുകൾ ഇത് ഒരു ചൂതാട്ടം തന്നെയാണ്, LIC അത് ശരിയില്ല എന്ന് പറയുന്ന ആളുകളുണ്ടാവും. മതിയല്ലോ, ഒരു മൈക്ക് കെട്ടിയിട്ട് LIC പരിപാടി തെറ്റാണ് എന്ന് വാള് പറഞ്ഞാൽ കിട്ടുന്നതിനേക്കാൾ കൂടുതൽ തഅ്സീർ ഈ മുസ്ലിയാരുടെ LIC ജീവനക്കാരുമായുള്ള ഡയലോഗ് കൊണ്ട് നാട്ടിൽ കിട്ടി. ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ അങ്ങ് കൊടുത്തു. അപ്പോൾ 250 ആളുകൾ, വേറൊരു കൊടുത്തു 500 ആൾ, വേറൊന്ന് കൊടുത്തു. പെട്ടെന്ന് വൈകുന്നേരം ആകുമ്പോഴേക്ക് 1000 ആളുകൾ ചെവിയിലെത്തി. നമ്മളെ മൂസ മുസ്ലിയാർ LICൻ്റെ നിലപാട് അത് സാമ്പത്തിക കുറ്റകൃത്യമാണെന്നുള്ളത് ബോധ്യപ്പെടുത്തി കൊടുത്തു. ലനഹദിയന്നഹും സുബുലന. കാളിയാകണോ, മുഫ്തിയാകണോ, മുദരിസാവണോ, പ്രിൻസിപ്പളാവണോ, ഒന്നും വേണ്ട.
സാധാ ഒരു മൂസ മുസ്ലിയാരായാൽ മതി, അല്ലെങ്കിൽ സാധാ ഒരു അബ്ദുൽ ഖാദർ മുസ്ലിയാരായാൽ മതി. ഇനി അതും വേണ്ട, പണി കിട്ടാതെ വീട്ടിലിരിക്കായിക്കോട്ടെ പട്ടിണിയായിട്ട്, ആ അവസരത്തിൽ കയറി വരുന്ന അവസരത്തിലും പറ്റും. ഈ ഉപദേശം നാട്ടിലാകെ വിഷയം എത്തിച്ചേരില്ല. അത് കേട്ടിട്ട് തൊട്ടടുത്തുള്ള നമ്മുടെ 4 വീട്ടുകാർ ഞാനും എടുക്കുന്നില്ല എന്ന് തീരുമാനിച്ചാലോ, ലൻ യഹ്ദിയല്ലാഹു ബിക റജുലൻ വാഹിദ ഖൈറുൻ ലക മിനദ് ദുനിയാ വമാ ഫീഹാ. ഒരാൾ നന്നായി കിട്ടിയാൽ മതി. അതുകൊണ്ട് തന്നെ വലിയ തോതിലൊന്നും കിതാബ് തിരിയുന്നില്ല എന്ന് വന്നാലും അധ്വാനം കുറക്കരുത്. അലിഫ്യ തലക്ക് കയറാത്തവൻ, ശറഹ് തദീബ് തലക്ക് കയറാത്തവൻ, തസ്രീം മന്ദിക്ക് തലക്ക് കയറാത്തവൻ, അഫ്ലാക്ക് കയറാത്തവൻ, ഖാലി കയറാത്തവൻ, മുല്ലാ ഹസൻ കയറാത്തവൻ, അയാള് ഭ്രാന്ത് പിടിക്കരുത്, നിരാശപ്പെടരുത്. പിന്നെയോ അവനവൻ്റെ ശരീക്കന്മാരോട് ഒത്തുചേർന്നിട്ട് മല്ലടിക്കുക തന്നെ. എന്തിനു വേണ്ടി? സർഫിന് വേണ്ടി, നെഹ്വിന് വേണ്ടി, തഫ്സീറിന് വേണ്ടി, ഹദീസിന് വേണ്ടി, മന്തിക്കിന് വേണ്ടി, അതുപോലെ ഇൽമുൽ ഹയത്തിന് വേണ്ടി മല്ലടിക്കുക തന്നെ. അങ്ങനെ മല്ലടിച്ചാൽ ഒരിക്കലും അല്ലാഹു സുബ്ഹാനഹു വ തആല ആ അധ്വാനത്തെ എവിടെയെങ്കിലും ഒന്ന് കൊണ്ടുവച്ച് ശമ്പളം തരാതിരിക്കില്ല. കാരണം അല്ലാഹു ആരാണ്? അല്ലാഹുവിനെ തന്നെ പരിചയപ്പെടുത്തുന്നു മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലൂടെ. നബി തങ്ങളോട് പറഞ്ഞു, എന്ത്? നമ്മെ പഠിപ്പിക്കുകയാണ്, വഇദാ ഹുയ്യിതും ബിതഹിയ്യ ഫഹയ്യൂ ബിഅഹ്സന മിൻഹാ ഔ മിസ്ലിഹാ. നിങ്ങളെ ആരെങ്കിലും അഭിവാദ്യം ചെയ്താൽ അതിനേക്കാൾ ബെറ്റർ കൊണ്ട് നിങ്ങൾ തിരിച്ചു നൽകണം. നാം ഇവിടെ കിതാബ് ഓതാനിരിക്കുന്നത് മഹാനായ അള്ളാഹുവിൻ്റെ കൽപ്പന. നിങ്ങൾ പഠിക്കൂ, പഠിക്കൂ, നിങ്ങൾ പഠിക്കൂ. ഫഅ്തബിറൂ യാ ഉലിൽ അൽബാബ്. പഠിക്കാൻ അവൻ പറഞ്ഞതിന് വഴിപ്പെട്ടിട്ടാണ്. ഇത് അള്ളാഹുവിൻ്റെ കൽപ്പനയ്ക്ക് നാം സല്യൂട്ട് ചെയ്യലാണ് ഈ അധ്വാനത്തിനിറങ്ങൽ. നാം അള്ളാഹുവിന് സല്യൂട്ട് നൽകിയാൽ ബിഗ് സല്യൂട്ട് പടച്ച റബ്ബ് ഇങ്ങോട്ട് തരും എന്നല്ലേ ഈ പാഠത്തിൽ നിന്ന് കിട്ടുന്നത്. ഇദാ ഹുയ്യിതും ബിതഹിയ്യ ഫഹയ്യൂ ബിഅഹ്സന മിൻഹാ. അള്ളാഹ് പറഞ്ഞതിൻ്റെ പേരിൽ അതിന് വഴിപ്പെട്ടുകൊണ്ട് നാം അള്ളാഹുവിൻ്റെ ഇൽമു പഠിക്കാൻ ഇറങ്ങിത്തിരിക്കുക എന്ന തഹയ്യത്ത് പടച്ചവൻ അങ്ങോട്ട് കൊടുക്കുമ്പോൾ നിർബന്ധമായും നമ്മെ ഫഹയ്യൂ ബിഅഹ്സന മിൻഹാ എന്ന് പഠിപ്പിച്ച അള്ളാഹു ആ പഠിപ്പിച്ചത് പ്രകാരം തന്നെ അവൻ്റെ സ്വന്തം ദാത്തിൽ അവൻ ചെയ്യാതിരിക്കുകയില്ല. നബിതങ്ങളെ അല്ലാഹു തആല പറഞ്ഞയച്ചപ്പോൾ എന്ത് പ്രസംഗിക്കാനാണ് പറയുന്നത്? ബുഇസ്തൂലി ഉതമ്മിമ മകാരിമൽ അഖ്ലാഖ്. വളരെ സ്റ്റാൻഡേർഡുള്ള സംസ്കാരം, അതിൻ്റെ പൂർണ്ണത വരുത്താനാണ് എന്നെ അയച്ചിട്ടുള്ളത്. എന്താണ് ഏറ്റവും മുന്തിയ സംസ്കാരം എന്ന് പറയുന്നത്? ഒരാൾക്ക് ഒരു അഭിവാദ്യം കിട്ടിയാൽ അതിനേക്കാൾ ബെറ്റർ കൊണ്ട് തിരിച്ചു നൽകുക എന്നുള്ളതാണ് മക്രുമത്ത്. അപ്പോൾ അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും ശൈലി എന്ന് പറയുന്നത് നമ്മെ വെറുതെ ആക്കാതെ ഒരു സബീലിൽ നമ്മെ എത്തിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ആവശ്യപ്പെടുകയാണ്, ദാഴിയാകുവാൻ തീരുമാനമെടുത്ത എൻ്റെ സഹോദരങ്ങളെ, മഹാനായ യഹ്യാ നബി അലൈഹിസ്സലാമിനോട് അള്ളാഹു പറഞ്ഞ കാര്യം ഒന്ന് പറഞ്ഞോട്ടെ. യാ യഹ്യാ ഖുദിൽ കിതാബ ബിഖുവ. അതുതന്നെയാണ് ഒരു ഉപദേശം എന്ന നിലക്ക് വതവാസൗ ബിൽ ഹഖി വതവാസൗ ബിസ്സുബ്ർ നമുക്ക് പരസ്പരം വസിയത്ത് ചെയ്യാനുള്ളത്. യാ യഹ്യാ, ഓമനെ, കുഞ്ഞെ. എന്താ അങ്ങനെ അർത്ഥം വെക്കാൻ കാരണം? ഇപ്പുറത്ത് പറയുന്നുണ്ട് വആതൈനാഹുൽ ഹുക്മ സുബിയ്യ എന്ന്. മഹാനവറുകൾക്ക് ഹുക്മിനെ കൊടുത്തത് സുബിയ്യായ ടൈമിലാണ്. അപ്പോൾ സിബ എന്ന് പറയുന്ന സമയത്ത് കിതാബ് കിട്ടുമ്പോൾ സ്വാഭാവികമായും ആ സിബ എന്ന പ്രായത്തിൻ്റെ ചില കളികളൊക്കെ ഉണ്ടാവും. എന്ത്? പുസ്തകം ഒരു നോട്ടം നോക്കി അങ്ങോട്ട് വലിച്ചെറിയുക, പിന്നെ പന്ത് കളിക്കാൻ പോവുക. ഇത് യഹ്യാ നബി ചെയ്തിട്ടല്ല, മഹാനവറുകൾ മഅ്സൂമാണ്.
എന്നാലും ഒരു മനുഷ്യൻ എന്ന നിലയ്ക്ക് കുട്ടികളെ കയ്യിൽ കിതാബ് കൊടുത്താലുണ്ടോ അവിടെ വേണ്ടതുപോലെ അത് അവർ ഏറ്റെടുക്കുന്നു. അവർ പകുതി കളിയും പകുതി പഠനവും ഉണ്ടാവും, അല്ലെങ്കിൽ 60% കളിയും ബാക്കി കാര്യവും ഉണ്ടാവും. അത് സാധാരണ മനുഷ്യനുണ്ടാകും എന്നതിൻ്റെ പേരിൽ യഹ്യാ നബിക്കുണ്ടായിട്ടല്ല, പിന്നെയോ മഹാനവറുകളോട് ഒരു മനുഷ്യൻ എന്ന നിലക്ക് പറയുകയാണ്, യാ യഹ്യാ ഖുദിൽ കിതാബ ബിഖുവ, മോനെ തന്നിട്ടുള്ള കിതാബ്. അന്നത്തെ കിതാബ് ഏതായിരിക്കാം? ഒരുപക്ഷെ തൗറാത്ത് തന്നെയാകാം. മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ ശേഷം നസ്ഖ് എന്ന പരിവേഷത്തോടുകൂടെ വന്നിട്ടുള്ള കിതാബ് നാം അറിയുന്നത് ഇഞ്ചീലാണ്. യഹ്യാ നബിൻ്റെ ശേഷമാണല്ലോ ഈസാ നബിയുടെ ഇഞ്ചീൽ വരുന്നത്. അപ്പോൾ അൽ കിതാബ എന്ന് പറയുന്ന അലിഫ്ലാമിൻ്റെ അഹദിൻ്റെ ആ കിതാബ് ഏതായിരിക്കാം? തൗറാത്ത് തന്നെയായിരിക്കാം. ഏത് തൗറാത്ത്? തഹരീഫ് സംഭവിക്കാത്ത, കൈകടത്തലില്ലാത്ത ഒറിജിനൽ കിതാബ്. ആ കിതാബിനെ മോനെ പിടിക്കണം. എങ്ങനെ പിടിക്കണം? ബിഖുവ്വ, അതിനെ ബിജിദ്ദിൻ വജിത്തിഹാദിൻ. അങ്ങനെയല്ലയോ നമ്മുടെ തഫ്സീറിലൊക്കെ എഴുതാറുള്ളത്? കാര്യഗൗരവത്തിലെടുക്കണം. ഒരു 100 വയസ്സായ മനുഷ്യൻ കയ്യിൽ ഒരു ഊന്നുവടി പിടിക്കുന്നതിനെ മനസ്സിൽ കാണുക. നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു 20 വയസ്സുകാരൻ ഒരു വടി കയ്യിൽ പിടിക്കുന്നതും കാണുക. രണ്ടുപേരുടെയും അഹ്ദുകൾ തമ്മിൽ മഹാ ഡിഫറൻസ് ഉണ്ട്, ഫർക്കുണ്ട്. 90 വയസ്സുകാരനോ 100 വയസ്സുകാരനോ നടക്കുന്ന അവസരത്തിൽ അയാൾ വടി പിടിക്കൽ ബിഖുവ്വ എന്ന് വെച്ചാൽ കാര്യഗൗരവത്തിലാണ്, കളിയിലല്ല. മൂപ്പർക്കറിയാം എന്ത്, ഇതുമേൽ സജീവ ശ്രദ്ധ ചെലുത്തിയിട്ടില്ലെങ്കിൽ ഞാൻ മറിഞ്ഞു വീഴും. അപ്പം അദ്ദേഹം കാര്യഗൗരവത്തിലാണ് അത് പിടിക്കുക. 20കാരൻ നടക്കുന്ന അവസരത്തിൽ ഒരു വടി കയ്യിൽ എന്ത് ചെയ്യാലോ, അയാൾക്ക് അത് ഹോബിയാണ്. കാരണം തൻ്റെ ഇരുപാദങ്ങളും തന്നെ ഉയർത്തി നിർത്താൻ ത്രാണിത്വമുണ്ട് എന്ന് പുള്ളിക്കറിയാം. അതുകൊണ്ട് ഇതൊരു തമാശ പിടുത്താണ്. ഇവിടെയാണ് ബി ഖുവ്വത്തിൻ എന്നതും ബി ഗൈരി ഖുവ്വത്തിൻ തമ്മിൽ വേർതിരിയുന്നത്. യഹ്യാ എന്ന് പറയുന്ന കുഞ്ഞോമനോട് അള്ളാഹ് പറയുന്നത്, മോനെ ഇതേ 100 വയസ്സുകാരൻ വടി പിടിക്കും പോലെ പിടിക്കണം. യാ യഹ്യാ ഖുദിൽ കിതാബ ബിഖുവ്വ. ഇവിടെ ഓതുന്ന കുട്ടികൾ 1-ാം കൊല്ലക്കാരുണ്ടാകും. നിങ്ങളൊരു പക്ഷേ മീസാൻ, അതിനുശേഷം അജ്നാസ്, അതിനുശേഷം നിങ്ങൾ ജഞ്ചാന്, പിന്നെ നെഹ്വിലേക്ക് കടന്നിട്ട് അവാമിൽ, തഖീമുൽ ലിസാൻ, അങ്ങനെ പോകുന്നു. പിന്നെ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾ അൽഫിയ ഓതും. അവിടെയെല്ലാം യഹ്യാ നബി അലൈഹി ഇസ്ലാമിനോട് പറഞ്ഞത് തന്നെയാണ് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വസീയത്ത് ചെയ്യാനുള്ളത്. യാ യഹ്യാ ഖുദിൽ കിതാബ ബിഖുവ്വ. നീ മീസാൻ ഓതുന്ന അവസരത്തിൽ ശരിക്ക് അത് ചൊല്ലി പറഞ്ഞുകൊണ്ടേയിരിക്കണം, ഗൗരവത്തിലെടുക്കണം. ജഞ്ചാലിലേക്ക് നീ എത്തുന്ന അവസരത്തിൽ നീ അസുലുകൾ പറഞ്ഞുകൊണ്ടേ പഠിക്കണം. കുറേ സമയം ഇംഗ്ലീഷിൽ പറയുക അസുല്, കുറേ സമയം ഉറുദുവിൽ പറയുക അസുലുകൾ. ലാ തഖ്ശൗനിൻ്റെ അസുല് ഒരുപക്ഷെ ഡൽഹി മെട്രോയിൽ വെച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു യുപിക്കാരൻ കണ്ട് സ്വീപ്പാക്കാൻ വിചാരിച്ചു, ബോലോ ലാ തഖ്ശൗന അസുല് ബോലോ. അപ്പോൾ ഉടനെ അവിടെ കിളി പാടും പോലെ ഉറുദുവിലെ കണ്ട് പാടിക്കൊടുക്കുന്നു. സംഗതി വശാൽ ഇവിടെ തുണി ഉടുക്കാതെ നടക്കുന്ന ഏതെങ്കിലും ഒരു ചങ്ങാതി കോവളത്ത് വെച്ചുകൊണ്ട്, അയാൾ മുസ്ലിമായി, പക്ഷേ തുണി ഉടുക്കലൊന്നും ഇനിയും തുടങ്ങിയിട്ടില്ല. അയാളെങ്ങാനും നിങ്ങൾ ചോദിച്ചു നോക്കട്ടെ, ഇല്ല തബുലവുനിൻ്റെ അസുല് യുസാറ്റ് അങ്ങനെ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ ഠൽ എന്ന് പറയേണ്ട താമസമേ ഉണ്ടാവും. അപ്പോഴേക്ക് അവിടെ അതിൻ്റേതായ പറച്ചിൽ ഇംഗ്ലീഷിൽ അങ്ങോട്ട് പൂർത്തിയായി കൊടുക്കണം. ആ ജാതി എവിടെ എത്തുന്ന അവസരത്തിലും ഫത്തുൽ മുഈൻ്റെ മസലകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്യുന്ന അവസരത്തിലും അതിനെ ഇംഗ്ലീഷിലും അതിലെ ഉറുദുവിലും പറയാനുള്ള ഒരു തൻ്റെ ഇടത്തോടു കൂടെ തന്നെ പറഞ്ഞു പഠിക്കുക ബി ഖുവ്വത്തിൻ വജിത്തിഹാദി. പിന്നെ ഫത്തുൽ മുഈൻ ഓതുന്ന അവസരത്തിൽ എങ്ങനെയാണ് ബിജിദ്ദിൻ വജിത്തിഹാദിൻ? അതിലെ റജ്അത്തിൻ്റെ ബാബ് ഓതുമ്പോഴും നിക്കാഹിൻ്റെ ബാബ് ഓതുമ്പോഴും ഫറായിദിൻ്റെ ബാബ് ഓതുന്ന അവസരം, ആ ഓതുന്നതിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ നമ്മുടെ ലൈബ്രറിയിൽ ഉണ്ടാകും എന്ത്, മഹാനായ സദഖത്തുല്ലാ ഉസ്താദിൻ്റെ ഫതാവ ഒന്നിച്ച് ബൈൻഡാക്കി വെച്ചത്, അതെടുക്കുക. എന്നിട്ട്
ഇന്ന് ഓതിയ കിതാബുമായി ബന്ധപ്പെട്ട മസലകൾ എന്തെല്ലാം ഉണ്ട് ഫതാവ നുസ്രത്തില്, അത് വായിക്കുക, മലയാളത്തിലുള്ളത് വായിക്കുക. അപ്പോൾ വർത്തമാന സമയത്ത് നടക്കുന്ന ഒരുപാട് ചോദ്യങ്ങൾക്ക് മറുപടി അതിലുണ്ടാകും. ആ മറുപടിയിൽ അവസാനിപ്പിക്കരുത്. കാരണം എന്താ, സദഖത്തുൽ ഉസ്താദിന്റെ പരിപാടി അദ്ദേഹം ഫത്വ കൊടുത്തു കഴിഞ്ഞതിന് ശേഷം കിതാബിൻ്റെ ഉദ്ധരണി കൊടുത്തു. അപ്പം നിങ്ങൾക്ക് ഇവിടെയുള്ള കുത്തുബ്ഖാനയിൽ കിട്ടും മഹാൻ പറഞ്ഞിട്ടുള്ള തർശീഹ്, മഹാൻ പറഞ്ഞിട്ടുള്ള തുഫ, മഹാൻ പറഞ്ഞിട്ടുള്ള ആ പേജോടുകൂടെ തപ്പി നോക്കുക, അങ്ങനെയുണ്ടോ? അപ്പോൾ നമ്മുടെ കണ്ണിൻ്റെ കാഴ്ച കൂടുന്നതാണ്, അറിവിൻ്റെ വിശാലത വരുന്നതാണ്. നിർത്തരുത്. ഫത്താവ, വന്മള ഉസ്താദിൻ്റെ ഫത്താവയുണ്ട്, അതെടുക്കുക. ഈ സ്ഥലത്ത് എന്തെല്ലാം ചോദ്യങ്ങളാണ് വർത്തമാന സമയത്ത് ഉയർന്നത്. ഇങ്ങനെ ഫിഖ്ഹിൻ്റെ എല്ലാ അബ്വാബുകളിലൂടെയും കടന്നു പോകുമ്പോൾ നമ്മുടെ വർത്തമാന സമയത്ത് സംഭവിച്ചിട്ടുള്ള സംഭവവികാസങ്ങളെ സംബന്ധിച്ച് ഈ പറയപ്പെട്ട വലിയ ആളുകളോട് വന്ന ചോദ്യം, ആ ചോദ്യത്തിന് അവർ കൊടുത്ത മറുപടി അതെന്തിനു വേണ്ടിയാണ്? ആ മറുപടി അതിന്മേൽ ഊന്നി നിൽക്കാൻ വേണ്ടിയിട്ടല്ല. ആ മറുപടിയെ താഴെ വന്നിട്ടുള്ള കിതാബിൻ്റെ ഉദ്ധരണി പരിശോധിച്ചിട്ട് അതിൽ നമുക്ക് ഊന്നാൻ വേണ്ടിയിട്ടാണ്. എവിടെയാണ് നോക്കേണ്ടത് എന്നുള്ളത് ഒരാൾ പറഞ്ഞു തരാൻ വേണമല്ലോ. അതിന് ഇത് സഹായകമാവുന്നതാണ്. നമുക്ക് യോജിക്കാൻ പറ്റാത്ത കാര്യങ്ങളുണ്ടാകും. ചിലപ്പോൾ അറവിൻ്റെ കാര്യത്തിൽ ഫത്താവ നുസ്രത്തിൽ കണ്ടത് നമുക്ക് യോജിക്കാൻ പറ്റിയിട്ടില്ല എന്ന് വന്നേക്കാം. സ്പീക്കറിൻ്റെ കാര്യത്തിൽ ഫത്താവയിൽ വന്നത് നമുക്ക് യോജിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് വന്നേക്കാം. എന്നാലും അവർ പറയുന്നതിന് അവർ രേഖയായി കൊടുക്കുന്ന കിതാബ്, ആ കിതാബിൻ്റെ ഇബാറത്തുമായിട്ട് നമ്മെ ഒന്ന് അടുപ്പിക്കാൻ ഈ വായന ആവശ്യമാണ്. അതെന്താണ്? അത് ഖുദിൽ കിതാബ ബിഖുവ്വ, ഈ ജിദ്ദ് ജിത്തിഹാദോടുകൂടി പഠിക്കുന്നതിൻ്റെ ഭാഗമാണ്. ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകുന്ന അർത്ഥത്തിൽ 6 or 7 കൊല്ലക്കാലം അധ്വാനിക്കുമ്പോഴേക്ക് നമുക്ക് ഒരു ഖിവാമ് കിട്ടും. നമ്മുടെ നട്ടെല്ല് നിവർന്നു നിൽക്കും, ഇൽമിയായ നട്ടെല്ല് നിവർന്നു നിൽക്കുന്നതാണ്. അങ്ങനെയുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും അദ്ദേഹം പഠിച്ചത് വെറുതെ ആവില്ല. സുആലോട് സുആലുമായിട്ട് ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഫോണ് തുറന്നു നോക്കിയാൽ ഒരു 10 or 25 സ്ഥലത്ത് നിന്ന് ചോദ്യം വന്നിട്ടുണ്ടാവും പല ജാതി മസലകളെ സംബന്ധിച്ചു. നമ്മളതിന് യോഗ്യനാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ജനം നമ്മെ വിടുകയില്ല, നമ്മെ കൂട്ടിക്കൊണ്ടുപോകും. അവിടെ ചെന്നിട്ട് നമ്മെ കൊണ്ട് വിഷയങ്ങൾ പറയിപ്പിക്കും. ഇതൊക്കെ തന്നെയല്ലേ ഇഫാദത്ത് എന്ന് പറയുന്നത്? ഇതല്ലയോ ഇസ്തിഫാദത്ത് എന്ന് പറയുന്നത്? ഇതല്ലയോ നതീജ കൈവരിക്കുക എന്ന് പറയുന്നത്? അതുകൊണ്ട് ദഅ്വാ മേഖലയിലേക്ക് ഇറങ്ങിത്തിരിക്കുന്നതിൻ്റെ മുന്നോടിയായിട്ട് വേണ്ടത് അഹ്ലിയത്ത് ആർജിക്കലാണ്. അഹ്ലിയത്ത് ആർജിക്കലിൻ്റെ ഏറ്റവും അടിത്തട്ടിൽ ചെയ്യേണ്ടത് കിതാബിൽ വലിയ ഒരു ബസീറത്തുണ്ടാക്കി തീർക്കുക, കഴിവുണ്ടാക്കി തീർക്കുക. പ്രസംഗിക്കാനൊന്നും കഴിഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല, നമ്മുടെ കയ്യിൽ മരുന്നുണ്ടായാൽ മതി. ലേഖനം എഴുതാൻ കഴിഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല, മരുന്ന് കയ്യിലുണ്ടായാൽ മതി. ആ അറിവ് എന്ന് പറയുന്നത് എല്ലാ ഫന്നിലും ഉള്ളത് ശരിക്കും നമ്മളിൽ സ്റ്റോക്ക് ഉണ്ട് എങ്കിൽ മനുഷ്യൻ എന്തായാലും നമ്മെ തേടി വരും. പ്രസംഗിക്കാത്തവനെയും എഴുതാത്തവനെയും എല്ലാം ജനം തേടി വരും. കാരണം അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മെ ബാധിച്ചിട്ടുള്ള ഈ പ്രശ്നത്തിന് എന്തെങ്കിലും ഒരു കിതാബിയായ ഹല്ല് കിട്ടുമെന്നുള്ള ശുഭാപ്തി വിശ്വാസം ജനങ്ങൾക്കുണ്ടാകുമ്പോൾ അവർ നമ്മുടെ അരികിലെത്തുകയായി. ഒരു പൈസയും അവർ തന്നിട്ടില്ലെങ്കിലും അവർ ചോദിച്ച ചോദ്യത്തിന് നമ്മൾ മറുപടി പറഞ്ഞാൽ നമുക്കുണ്ടാകുന്ന ഒരു സന്തോഷം. നമ്മുടെ തലീമുത്തലീമിലൊക്കെ പറയുന്നില്ലേ, ഐന അബ്നാഉൽ മുലൂക്ക്, എവിടെ പോയി രാജാക്കന്മാരുടെ മക്കൾ എന്ന ഒരു സുഖാനുഭൂതി ഈ ആളുകൾ സന്തോഷത്തോടെ അവർ ഇസ്തിഫാദത്തുമായി പോകുന്നത് കാണുമ്പോൾ നമുക്കുണ്ടായി. ഇതൊക്കെയും ഏതിൻ്റെ ഭാഗമാണ്? ലനഹ്ദിയന്നഹും സുബുലന എന്ന് പറഞ്ഞതിൻ്റെ ഭാഗമാണ്. രണ്ടാമത് ഇതാബിയായ ഒരു കിയാസത്ത്, കയ്യിസാവൽ എന്നത് ശരിയാക്കുന്നതിനോട് കൂടെ രണ്ടാമതായി നമുക്കുണ്ടാവേണ്ടത് എന്താണ്? അത് സകാത്തുൻ നഫ്സ് എന്ന് പറയുന്നതാണ്. അല്ലാഹുമ്മ ആതി അൻഫുസനാ തഖ്വാഹാ വസക്കിഹാ അൻത ഖൈറു മൻ സക്കാഹാ. ദുആയാണല്ലോ. സകാത്തുൻ നഫ്സ്, തസ്കിയത്തുൻ നഫ്സ്,
നമ്മുടെ ശരീരം ക്ലീനായിരിക്കേണ്ടതാണ്. ശരീരത്തിൽ 2 തരത്തിലുള്ള മറലുകൾ കയറിക്കൂടും. ഒന്ന് കുലൂബിയായ മറല്, അതാണ് എന്നെയും നിങ്ങളെയൊക്കെ പെട്ടെന്ന് കടന്നു പിടിക്കുന്ന മറല്. കിതാബ് തിരിയുന്നതിനനുസരിച്ച് കിബറും ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കും. വലിയൊരു സൂക്കേടാണ്. അറിവിൻ്റെ കാര്യത്തിൽ എത്ര ജമ്പിങ്, അതിൻ്റെ അതേ ഗ്രേഡിൽ തലക്കനവും ഹെഡ് വെയ്റ്റ്. ഞാൻ തിരക്കേടില്ല, എനിക്കിപ്പോൾ കുറേയൊക്കെ നടക്കും. അവനേക്കാളൊക്കെ ഒരുപാട് മുന്നോട്ട് ഞാൻ പോയിട്ടുണ്ട്. അവനൊക്കെ താടി എങ്ങനെ നീണ്ടുന്നല്ലാതെ എന്തിനും പറ്റും, അവൻ എൻ്റെ മൂലക്കിരിക്കാൻ പറ്റും എന്ന് സ്വന്തം നഫ്സിനെ പറ്റി തോന്നിപ്പോകുന്ന ഒരവസ്ഥ. ഇത് വലിയൊരു രോഗമാണ്. അപ്പോൾ എപ്പോഴും എൻ്റെ മനസ്സിലുണ്ടാകാൻ പാടുള്ളൂ, വമാഫിൽ വറാ അബ്ദുൻ ജനാക ജിനായതി. ഇതേ മനസ്സിലുണ്ടാകാൻ പാടുള്ളൂ. ഏത് ചോദ്യത്തിനും മറുപടി പറയാൻ കഴിയുന്ന രൂപത്തിലൊക്കെ നമ്മൾ എത്തുന്ന നേരത്തും നമ്മുടെ മനസ്സിൽ നമ്മെ പറ്റിയുള്ള വിചാരം എന്താണ്? വമാഫിൽ വറാ അബ്ദുൻ, മനുഷ്യന്മാരുടെ കൂട്ടത്തിലില്ല ഒരൊറ്റ മനുഷ്യനും ജനാ, അയാൾ ക്രിമിനലായി മാറിയിരിക്കുന്നു. ജിനായത്തി, ഞാനെന്ന ക്രിമിനലിനെ പോലെ. അള്ളാഹുവിൻ്റെ മുമ്പിൽ ഏറ്റവും വലിയ ക്രിമിനൽ കുറ്റവാളി ഞാനാകുന്നു. ഈ ഒരു വിചാരമേ എപ്പോഴും ഉണ്ടാകാൻ പാടും. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഅസൂമായിട്ട് പോലും ദിവസം 100 പ്രാവശ്യം അസ്തഗ്ഫിറുല്ലാഹ് ചെല്ലുന്നത് എന്തിനു വേണ്ടിയാണ്? അതിന് മറുപടി പറയുന്നത് കാണാം. ഒന്ന്, ജനങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. രണ്ടാമത്തത്, അള്ളാഹുവിൻ്റെ മുമ്പിൽ സ്വയം ചെറുതാവലാണ്. തങ്ങൾ പാപ്പാക്ക് ഒരു ദോഷമില്ലെങ്കിലും തങ്ങൾ എന്ത് ചെയ്യുന്നു? അള്ളാഹുവിന് മുമ്പിൽ അങ്ങോട്ട് ഹൽമുന്നസ്, സ്വന്തം ശരീരത്തെ ചവിട്ടി താഴ്ത്തുക. അതായിരിക്കണം നമ്മുടെ ഈ സ്വഭാവം. ഒരിക്കലും തന്നെ കിബിർ നമ്മെ, അല്ലെങ്കിൽ റുജുബ്, പൊങ്ങച്ചം, ഒറ്റയ്ക്കിരിക്കുന്ന അവസരത്തിൽ സ്വന്തം വലുതാകുന്നതിൻ്റെ പേരാണ് പൊങ്ങച്ചം, സ്പ്രിങ് ആവുക. കിബിർ എന്ന് പറയുമ്പോൾ പുറത്തൊരാളെ കണ്ടിട്ട് അയാളുമായി താതാത്മ്യം ചെയ്തുകൊണ്ട് സ്പ്രിങ് ആകുന്നതിനാണ് കിബിർ എന്ന് പറയുക. ഈ രോഗം മനസ്സിലുണ്ടായാൽ പിന്നെ അയാൾക്ക് അഹ്ലിയത്ത് പോയി. എത്ര കിതാബ് തിരിഞ്ഞിട്ടും കാര്യമല്ല, അഹ്ലിയത്ത് പോയി. അയാൾക്ക് ദാഴിയാവാൻ പറ്റില്ല. ഇതാ റുഇയ ദുകിറല്ലാഹ്, ഈ ഹെഡ് വെയ്റ്റോട് കൂടെ കളിക്കുന്ന വ്യക്തിയിലേക്ക് മറ്റൊരാൾ വാച്ച് ചെയ്താൽ അയാൾക്ക് അള്ളാഹിനെ ഓർമ്മ വരികയാണോ ചെയ്യുക? അയാൾക്ക് ഓർമ്മ വരിക, ഓ ഫറോവ, ഹാറൂന്, അവരൊക്കെയാ വേഗം ഓർമ്മ വരിക. കാരണം എന്താ, അവരൊക്കെ അല്ലേ ഇങ്ങനെ ഹെഡ് വെയ്റ്റ് കാണിച്ചിരുന്ന മനുഷ്യന്മാർ. അന റബ്ബുക്കുമുൽ അഅ്ലാ എന്നൊക്കെ പറഞ്ഞ് ഇയാൾ അവിടേക്ക് എത്തിയിട്ടില്ല എന്നേ ഉള്ളൂ. അപ്പോൾ അള്ളാഹുവിന് ഓർമ്മ വരണമെങ്കിൽ എന്ത് ചെയ്യണം? എത്ര തന്നെ ഉയർന്ന നിലവാരത്തിലെത്തിയിട്ടും പെരുമാറ്റത്തിൽ ഹൽമുൻ നഫ്സ്, സ്വന്തം ശരീരത്തെ അത് നത്തിങ് എന്ന് ചിന്തിക്കുന്ന ഒരു രൂപഭാവവും ജീവിത രീതിയും, അപ്പോൾ മാത്രമേ അയാൾക്ക് ഈ പറഞ്ഞ അഹ്ലിയത്തിലേക്ക് എത്തിച്ചേരാൻ കഴിയുള്ളൂ. സമയം ഇരുട്ടിക്കൊണ്ടിരിക്കുകയാണ്, മഗ്‌രിബിൻ്റെ സമയമായിക്കൊണ്ടിരിക്കുന്നു. ഇൻഷാ അല്ലാഹ് ഇനി ഇതുപോലെയുള്ള അവസരങ്ങളിൽ നമുക്ക് ബാക്കി കാര്യങ്ങൾ പറയാം. നമ്മെ ഏതൊരു വിജയത്തിലേക്കാണോ നമ്മുടെ മാതാപിതാക്കൾ ഇറക്കി വിട്ടിട്ടുള്ളത്, ഏതൊന്നിലേക്കാണോ നമുക്ക് ചെലവിന് തരുന്ന ആളുകൾ നമ്മെ തിരിച്ചു വിട്ടുള്ളത്, നാം സ്വയം ഏതൊരു വിജയത്തിലേക്കാണോ ഇറങ്ങി തിരിച്ചുള്ളത്, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ആ വഴിക്ക് തന്നെ വിജയകരമായി എത്തിച്ചു തരുമാറാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും.